Afternoon. Good afternoon, ma'am. ഇതാണോ എല്ലാവർക്കും? മിസ്സിന്റെ ചുമയൊക്കെ മാറിയോ? ചുമ കംപ്ലീറ്റ് ആയിട്ട് മാറില്ലല്ലോ പെട്ടെന്ന്. ചുമ എന്ന് പറയുന്നത് അങ്ങനത്തെ സാധനം പെട്ടെന്നൊന്നും മാറില്ല. ബാക്കി അതിന്റെ അനുബന്ധ അസുഖങ്ങളൊക്കെ മാറിയാലും ചുമ അങ്ങനെ അവിടെ നിൽക്കും. അത് കറക്റ്റായിട്ട് മാറിയിട്ടൊന്നുമില്ല. പക്ഷെ മാറിയിട്ട് ക്ലാസ് എടുക്കാൻ വരാന്ന് വെച്ചാൽ ടൈം നിങ്ങളുടെ നിങ്ങൾക്ക് അല്ലെ നിങ്ങളുടേതായ രീതിയിലേക്ക് നിങ്ങൾക്ക് തിരിയാനാണല്ലോ നിങ്ങളൊരു കോഴ്സ് ഇങ്ങനെ എടുത്ത് പഠിക്കുന്നത്. ഇതൊരോ മൊഡ്യൂൾസ് ആണ്, ഓരോ ചാപ്റ്റേഴ്സ് 6 ചാപ്റ്ററേ ഉള്ളൂ. പക്ഷെ അതൊരു മൊഡ്യൂൾ പോലെ തന്നെയാണ് കിടക്കുന്നത്. ബിക്കോസ് അത്രയും ലെങ്ത് അതിനുണ്ട്. സൗണ്ട് മ്യൂട്ട് ചെയ്യാതെ ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായ എന്താ പറയാ ആ ചാപ്റ്ററുകളുടെ ലെങ്ത് ഓരോ മൊഡ്യൂൾസിലും കുറെ ടോപ്പിക്സ് വരുന്നുണ്ട്. സോ ഒരു മൊഡ്യൂളിൽ തന്നെ എന്താ പറയാ നമുക്കിപ്പോ ഒരു ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ കുറെ ചാപ്റ്റേഴ്സ് ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കിടക്കുന്നത്. നമുക്ക് മുഴുവനും പഠിപ്പിച്ച് തീർക്കണ്ടേ. സോ നിങ്ങളും ഞങ്ങളും ഒക്കെ ഒപ്പം അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്താലേ കാര്യങ്ങൾ നടക്കുള്ളൂ. 2 ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ എല്ലാ ദിവസവും റെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇടയ്ക്ക് ഇതുപോലെ ഒരു സൗണ്ട് വരും ചാവയായിട്ട്. അതൊന്നും നിങ്ങൾ ക്ഷമിക്കുക. കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ശരിയാവുമായിരിക്കും. ഓക്കെ, എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ലീവ് എടുക്കാൻ പറ്റില്ല. ഓക്കെ, സോ നമ്മൾ ഇത്രയും ദിവസമൊക്കെ പഠിച്ചതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയിരുന്നോ? കഴിഞ്ഞ ദിവസത്തെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ട് നിർത്തിയത് ഹ്യൂമൻ റിസോഴ്സ് മാനേജറിന്റെ ഡ്യൂട്ടീസ്, അതുപോലെ തന്നെ ലൈൻ മാനേജേഴ്സിന്റെ ഡ്യൂട്ടീസ്, 2 ആളുകളുടെ ഡ്യൂട്ടീസ് സെപ്പറേറ്റ്ലി നമ്മൾ പറഞ്ഞിരുന്നു. എന്തൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലുള്ള മാനേജർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ചില കടമകള് ഒരു ഡിപ്പാർട്ട്മെന്റിലെ മാനേജേഴ്സ്, അതാണ് ലൈൻ മാനേജേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ലൈൻ മാനേജേഴ്സിന്റെ ഡ്യൂട്ടീസ് ഇത് 2 നമ്മൾ സെപ്പറേറ്റ്ലി കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞു. പിന്നെ അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഇമ്പാക്ട് ഓഫ് HRM ഓൺ ഓർഗനൈസേഷണൽ പെർഫോമൻസ്. ഓർഗനൈസേഷന്റെ പെർഫോമൻസിൽ HRMന്റെ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ട് അതാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഓർഗനൈസേഷന്റെ പെർഫോമൻസിന് വേണ്ടി നമ്മുടെ HRM ചെയ്യുന്നത്? ഓക്കെ, HRM എന്ന് പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഓർഗനൈസേഷന്റെ പെർഫോമൻസുമായിട്ട് നടത്താൻ സാധിക്കും. ആൻഡ് ദ ഫസ്റ്റ് വൺ വാസ് റിക്രൂട്ട്മെന്റ് ആൻഡ് സ്കിൽഡ് ഇൻഡിവിജ്വൽസ് അല്ലെ. നമുക്കറിയാം ഒരു ഓർഗനൈസേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. വിച്ച് ഈസ് ദ ഇമ്പോർട്ടന്റ് ആസ്പെക്ട്. ഏത് ഓർഗനൈസേഷനിലും നമുക്കറിയാം പെട്ടെന്നുണ്ടാകുന്ന ചില വേക്കൻസീസ് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, നേരത്തെ കൂടി നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന ചില വേക്കൻസീസ് അങ്ങനെ പല റീസൺസ് കൊണ്ടുണ്ടാകും. സോ ഓൾ ദീസ് വേക്കൻസീസ് ഹാവ് ടു ബി മാനേജ്ഡ് പ്രോപ്പർലി. ഈ പറയുന്ന വേക്കൻസീസ് ഒക്കെ കൃത്യമായിട്ട് നമ്മൾ മാനേജ് ചെയ്ത് അവരുടെ റിക്രൂട്ട്മെന്റുകളൊക്കെ നടത്തണം. സോ ദാറ്റ് വി ക്യാൻ അറ്റൈൻ ദ ഔട്ട്പുട്ട് ആർ എഫിഷ്യൻസി ഓഫ് ദ ഓർഗനൈസേഷൻ. അങ്ങനെ ബിസിനസിന്റെ പരമാവധി കാര്യക്ഷമത, പരമാവധി റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ദ മെയിൻ ആസ്പെക്ട് എന്ന് നമ്മൾ പറഞ്ഞു. ആ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന് വേണ്ടിയിട്ട് വേണ്ട ചില സ്കില്ലുകൾ HRM വേണ്ട, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന് വേണ്ട കുറച്ച് സ്കിൽസും ഓൾസോ ഡിസ്കസ്ഡ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തൊക്കെ എബിലിറ്റീസ് ആണ് HR ഉണ്ടായിരിക്കേണ്ടത്, HR മാനേജ് ചെയ്യുന്നവർക്ക് ഉണ്ടായിരിക്കേണ്ടതെന്ന് വായിച്ചു നോക്കിയിരുന്നു. ഇവിടെ വരെയല്ല, അടുത്ത 3rd പോയിന്റ് വരെ എടുത്തു എന്നാണ് എന്റെ ഒരു ഓർമ്മ. റൈറ്റ്, ശരിയാണോ? ആ 3rd പോയിന്റ്, 3ാമത്തെ ഇമ്പാക്റ്റുകളിൽ 3 എണ്ണം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ കുറെ എബിലിറ്റീസ് നമ്മൾ പറഞ്ഞു. പിന്നെ എംപ്ലോയി റീടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ടു ഹോൾഡ് ചെയ്യുക. അതായത് നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷനിൽ whatever the number of recruitments are done, ഏതൊക്കെ തരത്തിൽ പുതിയ റിക്രൂട്ട്മെന്റുകൾ നമ്മൾ നടത്തിയോ അവരെല്ലാം ഹോൾഡ് ചെയ്യണം അല്ലെ. അതായത് ടു സസ്റ്റെയിൻ ദ എംപ്ലോയി മൊറൈൽ and also to focus on their employment. അവര്
നമ്മൾ കുറെ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു. അവരെ റിക്രൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഓർഗനൈസേഷൻ്റെതായ ചില നിയമങ്ങളും കാര്യങ്ങളും വ്യവസ്ഥകളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു. ആൻഡ് ഇഫ് ദേ ആർ വില്ലിംഗ്, അവർക്ക് അവരുടേതായ ഒരു സജഷൻസ് ഉണ്ട്. എനിക്ക് ഒരു ജോലി കിട്ടി, അവിടുത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ, ഞാൻ വില്ലിംഗ് ആണെങ്കിൽ നമുക്ക് റിക്രൂട്ട്മെന്റ് അവിടെ കിട്ടുന്നു. അപ്പൊ ആ റിക്രൂട്ട്മെന്റിലൂടെ നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, നല്ല രീതിയിൽ കാര്യക്ഷമതയുള്ള ജോലിക്കാരെയൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ സാധിക്കും. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ അറ്റൈൻ ദ ബെനിഫിറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. അത് നമ്മുടെ ഓർഗനൈസേഷന്റെ ഒരു നേട്ടം കൂടിയാണ്. ഇങ്ങനെ നല്ല നല്ല എംപ്ലോയീസിനെ ഹോൾഡ് കിട്ടുക, റിക്രൂട്ട് ചെയ്യുക, ആൻഡ് ഓൾസോ ടു റീറ്റെയിൻ, അവരെ എല്ലാവരെയും റിട്ടേൺ ചെയ്യുക. ദാറ്റ് മീൻസ് അവരെ എല്ലാവരെയും ഹോൾഡ് ചെയ്യുക. എന്ന് വെച്ചാൽ എന്താ ഹോൾഡ് ചെയ്യാന്ന് വെച്ചാൽ, ചിലപ്പോഴേക്ക് ചില ആളുകൾ ചില ജോലി സ്ഥലത്തൊക്കെ ജോലി കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ 1-2 മാസമൊക്കെ കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് കട്ടാകുന്നുണ്ടോ? അങ്ങനെ ഉണ്ടോ? എല്ലാവർക്കും ഉണ്ടോ? ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. കട്ടായി പോകുന്നുണ്ടോന്ന്. സ്മിതയ്ക്ക് അങ്ങനെ എന്തോ ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സ്മിത കുറച്ചൊന്ന് എവിടെന്നെങ്കിലും ഒന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ ഒന്ന് എക്സിറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി ജോയിൻ ചെയ്യുക. ഓക്കെ, അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, കുറെ പേര് ഇല്ലാന്ന് പറയുന്നു, കുഴപ്പമില്ല എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് ലീവ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് നോക്കാട്ടാ. ഓക്കെ, യെസ്. അപ്പൊ ചില ജോലിക്കൊക്കെ കയറി കഴിഞ്ഞിട്ട് ചിലപ്പോൾ 1 or 2 months കഴിയുമ്പോൾ they may wish to leave that particular job. ആ ജോലി വിട്ട്, ആ ഓർഗനൈസേഷൻ വിട്ട് പോകാനായിട്ട് ആഗ്രഹിക്കും. സം ടൈംസ് അതെന്തെങ്കിലും പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ചിലപ്പോൾ വർക്കിംഗ് കണ്ടീഷൻസ് മോശമായതുകൊണ്ടാകാം, അല്ലെങ്കിൽ പറയുന്ന രീതിയിലുള്ള സാലറി ഓഫർ ചെയ്തിട്ട് പക്ഷെ ചിലപ്പോൾ അത് കിട്ടുന്നില്ലാത്തതാകാം. മേ ബി മെനി റീസൺസ്, അങ്ങനെയുള്ള റീസൺസ് കൊണ്ടായിരിക്കാം. സോ അതെല്ലാം ഓർഗനൈസേഷന്റെ ഭാഗത്തു നിന്നുള്ള ചില പോരായ്മകളാണ്. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാതെ ടു ഹോൾഡ് ദാറ്റ് പർട്ടിക്കുലർ എംപ്ലോയീസ്, ആ എംപ്ലോയീസിലേക്ക് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് അവർ ഓർഗനൈസേഷന്റെ ബെനിഫിറ്റ് അറ്റൈൻ ചെയ്യാനായിട്ട് നോക്കുക. ഒരു കോംപ്രിഹെൻസീവ് എന്താ പറയാ എംപ്ലോയി റിട്ടൻഷൻ എന്ന് വെച്ചാൽ സമഗ്രമായ ഒരു തൊഴിലാളികളെ പിടിച്ചു നിർത്തുന്ന ആ ഒരു രീതിയിലേക്കുള്ള ചില പ്രോഗ്രാമുകൾ വളരെ അത്യാവശ്യമായിട്ട് പല ഓർഗനൈസേഷൻസിലും കണ്ടക്ട് ചെയ്യണം. അത് എന്താ പറയാ, ഇറ്റ് വിൽ അട്രാക്ട് മോർ എംപ്ലോയീസ് ടു ദാറ്റ് ഫേം. ആ ഫേമിലേക്ക് കൂടുതൽ എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യും. അതോടൊപ്പം തന്നെ നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ എംപ്ലോയീസ് എന്ന് പറഞ്ഞേക്കുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ബിസിനസ് സ്ഥാപനത്തിൽ, ഏത് ബിസിനസ് ആയിക്കോട്ടെ, അവിടെ ജോലി ചെയ്യുന്നവർ എല്ലാവരും ഇമ്പോർട്ടന്റ് അല്ലേ? എല്ലാവരും അവരവരുടെ ജോലി ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ ചില ആളുകൾ നമ്മൾ അതായത് മാനേജ്മെന്റ് ഒക്കെ പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് അപ്പുറത്ത് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പെർഫോമൻസുകളും കാഴ്ചവെക്കാറുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ അങ്ങനെയുള്ളവരെ ഹോൾഡ് ചെയ്യണം, അങ്ങനെയുള്ളവരെ വിടാൻ പാടില്ല. അറ്റ് എനി കോസ്റ്റ് നമ്മൾ ഓഫർ ചെയ്തിരിക്കുന്ന സാലറി ഇച്ചിരി കൂട്ടി കൊടുത്താലും വേണ്ടിയില്ല, അങ്ങനെയുള്ളവര് ലീവ് ചെയ്യാനായിട്ട് പാടില്ല, അങ്ങനെയുള്ളവരെ ഹോൾഡ് ചെയ്യണം. ചില ബിസിനസ് സ്ഥാപനങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് അയ്യോ ഞാനിപ്പോ ഇവിടെ നിൽക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല, കാരണം എന്റെ ഒരു ഇതിനനുസരിച്ചിട്ടുള്ള ഒരു ജോലിയല്ല ഇത്, അല്ലെങ്കിൽ ഞാൻ അതില് എന്താ പറയാ സാറ്റിസ്ഫൈഡ് അല്ല പല കാരണങ്ങൾ കൊണ്ട്. അങ്ങനെയുള്ളവര് ചിലപ്പോൾ ലീവ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ചിലപ്പോൾ മാനേജ്മെന്റ് മേ ഇന്റർഫിയർ, അതിനകത്ത് ഇടപെടും. എന്നിട്ട് പറയും എന്താണ് കാരണം. ചില ആൾക്കാർ പോകണമെന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, പോട്ടെ നമുക്ക് വേറെ ആളെ കിട്ടും. ബിക്കോസ് അവരിൽ നിന്ന് ചിലപ്പോൾ ഇവർ എക്സ്പെക്ട് ചെയ്ത രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ ആ ഒരു ഓർഗനൈസേഷനിലേക്ക് ആ എംപ്ലോയിയുടെ പെർഫോമൻസ് കൊണ്ട് കിട്ടുന്നില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കും ചിലർ പോകുമ്പോൾ ഓക്കെ കുഴപ്പമില്ല എന്നുള്ളത്. പക്ഷെ ചില ആളുകൾ ക്വിറ്റ് ചെയ്ത് പോകുന്നു എന്ന് കേൾക്കുമ്പോൾ മാനേജ്മെന്റ് ഇടപെട്ടിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കുക അവരോട്. എന്താണ് വാട്ട് ഈസ് ദ റീസൺ ഫോർ ലീവിങ്, എന്തുകൊണ്ട് നിങ്ങൾ പോകുന്നു, എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ എന്ത് ലിമിറ്റേഷൻസ് ആണ് നമുക്ക് ഉള്ളത്, അങ്ങനെയൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. എന്തിനു വേണ്ടിയിട്ടാ, അവരെ തിരിച്ച് ഇവിടേക്ക് തന്നെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? സോ അറ്റ് ദാറ്റ് ടൈം ദേ മേ ഓഫർ സം ഹൈ സാലറി. അത്തരം സമയങ്ങളിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ഓർഗനൈസേഷൻസ് കുറച്ച് സാലറി ഇത്ര നിങ്ങൾ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സാലറിയിൽ ഇത്ര ഇൻക്രിമെന്റ് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഓഫർ ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് അവിടെ പിടിച്ചു നിർത്താൻ പറ്റും. ചില അത്തരം സാഹചര്യങ്ങളിൽ ആ എംപ്ലോയീസ് ചിലപ്പോൾ ആ ഒരു ഡിസിഷനിൽ നിന്ന് മാറി അവിടെ തന്നെ നിൽക്കാനായിട്ടൊക്കെ ശ്രമിക്കും. അപ്പൊ അങ്ങനെയുള്ള എംപ്ലോയീസ്, കാരണം എന്താ, ദാറ്റ് മീൻസ് ദാറ്റ് എംപ്ലോയീസ് ആർ മോർ ഇമ്പോർട്ടന്റ് ടു ദാറ്റ് പർട്ടിക്കുലർ ഓർഗനൈസേഷൻ. ആ ജോലിക്കാര്, ആ തൊഴിലാളികൾ, ആ ഒരു എംപ്ലോയീസ്, സ്റ്റാഫുകൾ നമ്മുടെ ഓർഗനൈസേഷന് വളരെ മസ്റ്റ് ആണ്, വേണ്ടവരാണ്. അവർ നമുക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റാത്തവരാണ്. ഓക്കെ, അങ്ങനെയുള്ള എംപ്ലോയീസിനെ ഹോൾഡ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ അത് പല രീതിയിലുള്ള ചെലവുകൾ നമുക്ക് കുറയ്ക്കാനും, ടേൺ ഓവർ നമ്മൾക്ക് എന്താ പറയാ, ഈ എംപ്ലോയീസിന്റെ ടേൺ ഓവർ എന്താ പറയാ ഇങ്ങനെ കുറഞ്ഞു പോകുന്നത് തടയാനും ഒക്കെ പറ്റും. റെഡ്യൂസിങ് ടേൺ ഓവർ ആണ് ഇവിടെ. ടേൺ ഓവർ ഓഫ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ എന്താ, ടേൺ ഓവർ എന്ന് പറഞ്ഞാലില്ലേ, അതായത് പല കാരണങ്ങൾ കൊണ്ടും ചിലപ്പോ ഈ പറയുന്ന എംപ്ലോയീസ് ഇങ്ങനെ കുറച്ച് അധികമായിട്ടൊക്കെ ക്വിറ്റ് ചെയ്തിട്ട് പോകും. മനസ്സിലായി? അങ്ങനെ ക്വിറ്റ് ചെയ്ത് പോകുന്നതാണ് ടേൺ ഓവർ എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ടേൺ ഓവർ കുറയ്ക്കാൻ നമുക്ക് ഈ റിട്ടൻഷനിലൂടെ സാധിക്കും.
ക്ലിയർ ആയല്ലോ? രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആയിരുന്നല്ലോ? രണ്ടാമത്തെ പോയിന്റ് ഞാൻ ഒന്നുകൂടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, തേർഡ് പോയിന്റ് നമ്മൾ പറഞ്ഞ ഹയർ പ്രൊഡക്ടിവിറ്റി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഓൾസോ ഇന്നോവേഷൻസ്. ബൈ ഫ്ലെക്സിബിലിറ്റി യു മീൻ എന്താണ് ഫ്ലെക്സിബിലിറ്റി എന്ന് വാക്കിന്റെ അർത്ഥം? That means which can be changed. അല്ലെ, നമുക്ക് ഇഷ്ടാനുസരണം മാറ്റി മറക്കാൻ പറ്റുന്നത്. അല്ലെ, റബ്ബർ ബാൻഡ്, എന്താ പറയാ, ചില പ്ലാസ്റ്റിക് ഐറ്റംസ് നമുക്ക് ഇങ്ങനെ ഫ്ലെക്സിബിൾ ആണെന്ന് പറയും. ചില ആളുകളുടെ ബോഡി ഭയങ്കര ഫ്ലെക്സിബിൾ ആണെന്ന് പറയും. അല്ലെ, എന്ന് വെച്ചാൽ ടു മൂവ് എനി സൈഡ്സിലേക്ക് നമുക്ക് അതിനെ മാറ്റി സൈഡിലേക്കൊക്കെ ചെരിക്കാനും വളയ്ക്കാനും ഒക്കെ പറ്റുന്നതിനെയാണ് നമ്മൾ ഫ്ലെക്സിബിൾ എന്ന് വിളിക്കുക. ഇവിടെ ഓർഗനൈസേഷനിൽ, ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നതിന് വളരെയധികം ഇമ്പാക്ട് ഉണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് ബൈ പ്രൊവൈഡിങ് മോർ ഇംപ്രൂവ്മെന്റ്, മോർ ഇന്നോവേഷൻസ്, പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നു, പുതിയ പുതിയ എന്താ പറയാ പുതുമകൾ, അതായത് പല ആളുകളും ഉപയോഗിക്കുന്ന ടെക്നോളജീസിൽ നിന്നൊക്കെ മാറ്റി ചിന്തിച്ച് പുതിയ പുതിയ ടെക്നോളജി അഡോപ്റ്റ് ചെയ്തോ, അങ്ങനെയൊക്കെ നമുക്ക് എംപ്ലോയീസിന്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാനൊക്കെ പറ്റും. അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് നമ്മളുടെ ഇന്നോവേഷൻസിനൊക്കെ ഉള്ളത് നമ്മുടെ ഓർഗനൈസേഷനിൽ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റി മറിച്ചൊക്കെ എംപ്ലോയീസിന് ഏത് രീതിയിലും അവരുടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്തുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, ഫ്ലെക്സിബിൾ ആകാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോ നമ്മളുടെ ഓർഗനൈസേഷനിൽ ഫ്ലെക്സിബിലിറ്റിക്ക് വളരെ ഹ്യൂജ്, വലിയ ഒരു ഇമ്പാക്ട് ആണുള്ളത്. ദാറ്റ് മീൻസ് ദ കമ്പനി ഓർ ദ ഫേം ക്യാൻ അട്രാക്ട്, ഹയർ ആൻഡ് ഓൾസോ റിറ്റെയിൻസ് ടോപ്പ് ടാലന്റ്. നല്ല കഴിവുള്ള ആളുകളെ നേടാൻ, പുറത്തുനിന്ന് നല്ല കഴിവുള്ള ആളുകളെ പുറത്തുനിന്ന് അട്രാക്ട് ചെയ്യാനായിട്ട്, മാത്രമല്ല അവരെ റിറ്റെയിൻ ചെയ്യാനായിട്ട്, അവരെ നിലനിർത്താൻ ആയിട്ട് ഈ ഫ്ലെക്സിബിലിറ്റി കൊണ്ട് വർക്ക് പ്ലേസിൽ സഹായിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇന്നോവേഷൻസ് പറഞ്ഞാൽ പുതുമകൾ കൊണ്ടുവരുമ്പോൾ എന്ത് പറ്റും, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. കൂടുതൽ കൂടുതൽ നല്ല നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തി ഇന്നോവേറ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുവന്നു. ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള, അല്ലെ, ഭയങ്കര ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ചെറുപടയെന്ന് ചെയ്യാൻ കഴിവുള്ള ആളുകളെ, അല്ലെ, ഒക്കെ കൊണ്ടുവരുമ്പോ എന്ത് പറ്റും, അതനുസരിച്ച് അതൊരു ഇന്നോവേഷൻ ആണ്, പുതുമയാണ് മറ്റു ഓർഗനൈസേഷൻസിൽ നിന്ന്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇറ്റ് ഇൻക്രീസസ് ദ പ്രൊഡക്ടിവിറ്റി. ആ ഓർഗനൈസേഷന്റെ ഉൽപാദനക്ഷമത വർദ്ധിക്കും. അല്ലെ, ആസ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസസ്, ഈ പറയുന്ന ഉൽപാദനക്ഷമത വർദ്ധിച്ചാൽ എന്ത് സംഭവിക്കും, മോർ ഗുഡ്സ് ആൻഡ് സർവീസസ് വിൽ ബി പ്രൊഡ്യൂസ്ഡ്. കൂടുതൽ കൂടുതൽ സാധനങ്ങളും സേവനങ്ങളും ഒക്കെ കൂടുതൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അല്ലെ, ഉദാഹരണത്തിന് നല്ല നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള, അല്ലെ, നമുക്ക് ഇങ്ങനെ പോരാ, ടീച്ചേഴ്സ് കുറച്ചും കൂടി ഈ രീതിയിൽ ക്ലാസ്സുകൾ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ട്രെയിൻ ചെയ്ത് ഫ്ലെക്സിബിൾ ആക്കി എന്ത് ചെയ്യുന്നു, നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കൂടി നമ്മളുടെ ടോപ്പിക്കുകളിലേക്ക് കൊണ്ടുവന്നു, അല്ലെങ്കിൽ നമ്മളുടെ പഠന രീതിയിൽ കൊണ്ടുവന്നു കഴിയുമ്പോൾ എംപ്ലോയീസിന് നമ്മൾ ഫ്ലെക്സിബിൾ ആക്കി പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നു. അപ്പൊ എന്ത് ചെയ്യും, കൂടുതൽ പ്രൊഡക്ടിവിറ്റി, കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു രീതി, ഒരു സിസ്റ്റം അവിടെ ഫോം ചെയ്യാൻ സാധിക്കും. അത് വരുമ്പോൾ എന്ത് ചെയ്യും, കൂടുതൽ കൂടുതൽ കസ്റ്റമേഴ്സിനെ, കൂടുതൽ കുട്ടികളെ നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. അല്ലെ, അപ്പൊ അങ്ങനെയൊക്കെ. അതുപോലെ തന്നെയാണ് ബിസിനസ് ഓർഗനൈസേഷൻസിലും ഇന്നോവേഷൻസ് വരുമ്പോൾ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസ് കൂടുതൽ കൂടുതൽ എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഇന്നോവേഷനും പ്രൊഡക്ടിവിറ്റിയും എന്ത് ചെയ്യും, വിൽ ബ്രിങ് benefit both to the customers and also to the business. അത് ബിസിനസിനും കസ്റ്റമേഴ്സിനും ഒരുപോലെ നേട്ടം കൊണ്ടുവരും എന്ന് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ് നിർത്തിയത്. അല്ലെ, ഇവിടെ വരെയല്ലേ പറഞ്ഞു നിർത്തിയേ? അടുത്ത പോയിന്റിൽ നിന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇനിയും HRM-ന്റെ ഇമ്പാക്ട് ഓർഗനൈസേഷന്റെ സ്ട്രക്ചറിൽ എങ്ങനെയാണെന്നാണ് അടുത്ത പോയിന്റ് പറയാൻ പോണേ. ക്ലിയർ ആയിരുന്നോ എല്ലാവർക്കും? ഇവിടെ തന്നെ ഇല്ലേ? ഹലോ. യെസ്. ഓക്കെ, ഇനി എന്താ, accomplish organizational objectives. നമുക്കറിയാം each and every organization have its own goal or goals. എല്ലാ ഓർഗനൈസേഷനും അതിൻ്റെതായ എന്തുണ്ട്, ലക്ഷ്യമുണ്ട്, അല്ലെങ്കിൽ ലക്ഷ്യങ്ങളുണ്ട്. അപ്പൊ ഓർഗനൈസേഷന്റെ ഗോൾസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സം എന്താ പറയാ സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ ഒരു നടപ്പിലാക്കേണ്ട ചില അടുക്കും ചുറ്റുമുള്ള ചില ലക്ഷ്യങ്ങൾ ഓരോ ഓർഗനൈസേഷനുണ്ട്. അത് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയാ, ഒരു കമ്പനിയുടെ മാനേജ്മെന്റ് ആണ് അതിന് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കൊണ്ടുവരാനായിട്ട് എംപ്ലോയീസിനെ ഒക്കെ മെരുക്കി ഒരു ഗൈഡൻസ് ഒക്കെ കൊടുത്ത് എംപ്ലോയീസിന്റെ എഫേർട്സ് പുറത്തേക്ക് എടുത്ത് എന്ത് ചെയ്യണം, ഒരു ബെറ്റർ റിസൾട്ട്സ് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നത്. അപ്പൊ കമ്പനിയുടെ മാനേജ്മെന്റ് ഹാസ് ടു എസ്റ്റാബ്ലിഷ് സം എക്സ്പെക്റ്റഡ് ഔട്ട്കം എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട്. ഈ പറഞ്ഞ പോലെ ലക്ഷ്യങ്ങൾ ഒരുപാടുണ്ട്, ആ ലക്ഷ്യം മുഴുവൻ നേടുക, അതാണ് റിസൾട്ട് എന്ന് പറയുന്നത്. ബിസിനസ് ഓർഗനൈസേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താ, നിങ്ങൾ പറയാമോ? What is the ultimate aim of any business organization? ഏത് ബിസിനസിന്റെയും അൾട്ടിമേറ്റ് എയിം എന്താണ്, അൾട്ടിമേറ്റ് ഗോൾ എന്താണ്? ബിസിനസ് ചെയ്യുന്ന എന്തിനാ ആളുകള്?
What is the reason? പറയാമോ? Yes, it is for profit. Profit making തന്നെയാണ് ultimate aim of all business. അതിന്റെ ഒപ്പം തന്നെ മറ്റ് ലക്ഷ്യങ്ങളും ഉണ്ട്, അനുബന്ധ ലക്ഷ്യങ്ങളും വേറെ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ലക്ഷ്യങ്ങളെല്ലാം ഒരു എന്താ പറയാ എംപ്ലോയീസിന്റെ എഫേർട്ടിന് ഒരു ഗൈഡൻസ് ഒക്കെ കൊടുത്ത് മാനേജ്മെന്റ് എന്ന രീതിയിൽ ആ മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു, എംപ്ലോയീസിന്റെ എഫേർട്ടുകൾക്ക് കൊണ്ടുവന്ന് അതോടൊപ്പം തന്നെ ആ എഫേർട്ടിന്റെ അടിസ്ഥാനത്തിൽ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക. ദാറ്റ് ഈസ് ഓർഗനൈസേഷണൽ ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള ഒരു രീതി. അപ്പൊ മാനേജ്മെന്റ് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, കാര്യങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ലാഭം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം, മറ്റ് ലക്ഷ്യങ്ങള് എംപ്ലോയീസിന്റെ എഫേർട്സ് കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടു ഗൈഡ്, അവരെ സഹായിക്കുക, അവരെ ഗൈഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാം, മാനേജ്മെന്റ് ഹാവ് ടു അക്കംപ്ലിഷ് ദ ഗോൾ, ആ ഗോള് നേടിയെടുക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത് അക്കംപ്ലിഷ്മെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി ഒരു ഓർഗനൈസേഷന് ദർ ആർ 2 ഡിഫറെന്റ് ഓർഗനൈസേഷണൽ ഗോൾസ്. പ്രധാനമായിട്ട് 2 ഗോൾസ് ഉണ്ട്, 2 തരത്തില് ടൈപ്പാണ് കേട്ടോ. പ്രധാനപ്പെട്ട ലക്ഷ്യമല്ല ഉദ്ദേശിക്കുന്നത്, 2 തരത്തിലുള്ള ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് ഒഫീഷ്യൽ ഒബ്ജക്റ്റീവ്, മറ്റൊന്ന് എന്ന് പറയുന്നത് ഓപ്പറേറ്റീവ് ഒബ്ജക്റ്റീവുമാണ്. 2 ടൈപ്സ് ഓഫ് ഗോൾസ് ഏതൊക്കെയാണ്? ഒന്ന് ഒഫീഷ്യലും ഒന്ന് ഓപ്പറേറ്റീവും. എന്താണ് ഒഫീഷ്യൽ ഒബ്ജക്റ്റീവിന്റെ പ്രത്യേകത? ഒബ്ജക്റ്റീവ്സ് ദാറ്റ്, അതായത് ഒരു എന്തെങ്കിലും ലക്ഷ്യം നമുക്ക് നേടാൻ വേണ്ടി, നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ എന്താ പറയാ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലക്ഷ്യം. പ്രോഫിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്റെ ഈ ബിസിനസ് മറ്റ് ബ്രാഞ്ചുകളായിട്ട് പല പല സ്ഥലങ്ങളിലും അറിയപ്പെടുന്ന ഒരു ബിസിനസ് സ്ഥാപനമായി വളരണം എന്ന ലക്ഷ്യമാകാം. അതൊക്കെയാണ് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒബ്ജക്റ്റീവ് ദാറ്റ് ഓർഗനൈസേഷൻ സീക്സ് ടു അക്കംപ്ലിഷ്, അത് നേടിയെടുക്കണമെന്ന് വിചാരിക്കുന്ന ലക്ഷ്യങ്ങൾ, അതാണ് ഒബ്ജക്റ്റീവ്, ഒഫീഷ്യൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത്. മറ്റൊന്ന് എന്താണ്? ഓപ്പറേറ്റീവ് ഗോൾ അല്ലെങ്കിൽ ഓപ്പറേറ്റീവ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ദാറ്റ് ആർ റിക്വയർഡ് ഫോർ എ ഡിസൈർഡ് ഔട്ട്കം. നമ്മൾ ഒരു റിസൾട്ട് തൊട്ട് മുകളിൽ പറഞ്ഞ ഒഫീഷ്യൽ ആയിട്ടുള്ള ആ ഗോൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഒരു എന്താ പറയാ വേണ്ട ചില കാര്യങ്ങൾ, ചില ലക്ഷ്യങ്ങൾ, ആ ലക്ഷ്യം നേടണമെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിനുവേണ്ടി വേറൊരു ലക്ഷ്യം നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാ എംപ്ലോയീസും അവരവരുടെ ജോലി കൃത്യമായി ചെയ്യണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്നാല് ഓർഗനൈസേഷൻ അതിന്റെ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ടിലേക്ക് എത്തുള്ളൂ. മനസ്സിലായോ? ഒഫീഷ്യൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവും അതുപോലെ തന്നെ ഓപ്പറേറ്റീവ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. ഒഫീഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വിച്ച് ദ ഓർഗനൈസേഷൻ സീക്സ് ടു അക്കംപ്ലിഷ്, ഒരു ഓർഗനൈസേഷൻ നേടാൻ ആഗ്രഹിക്കുന്ന ആ ലക്ഷ്യം. ഇനി ഓപ്പറേറ്റീവ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റിക്വയർഡ് ടു അക്കംപ്ലിഷ്, ടു റിക്വയർഡ് ഫോർ ഡിസൈർഡ് ഔട്ട്കം. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലക്ഷ്യം, ആ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ. മനസ്സിലായോ? അതാണ്. അപ്പൊ ഒന്ന് നമ്മൾ അറ്റൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യവും ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി, ആ റിസൾട്ട് നേടിയെടുക്കാൻ വേണ്ടി ചെയ്യേണ്ട ചില മറ്റു ലക്ഷ്യങ്ങളും. അതൊക്കെയാണ് ഈ 2 കാറ്റഗറിയിൽ നമ്മളുടെ ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഓർഗനൈസേഷന്റെ ഗോൾസിനെ, ഒഫീഷ്യൽ ആൻഡ് ഓപ്പറേറ്റീവ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അക്കംപ്ലിഷ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞേക്കണത് താഴെ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന സെന്റൻസിൽ there are 2 main types of organizational goals. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം, അത് 2ഉം അണ്ടർലൈൻ ചെയ്യാം പോയിന്റ്. ഒന്ന് ഒഫീഷ്യലും ഒന്ന് ഓപ്പറേറ്റീവ്, 2ഉം അണ്ടർലൈൻ ചെയ്യാം. യെസ്, അപ്പൊ ഒഫീഷ്യൽ ഒബ്ജക്റ്റീവ് എന്താണ്, ഓപ്പറേറ്റീവ് ഒബ്ജക്റ്റീവ് എന്താണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി അപ്പൊ നമ്മൾ പറഞ്ഞു ഓർഗനൈസേഷന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി, അതിന്റെ ഒരു ബെറ്റർ റിസൾട്ടിന് വേണ്ടി, ബെറ്റർ ഒരു ഔട്ട്കമ്മിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ചില ലക്ഷ്യങ്ങൾ, നമ്മളുടേതായ ഓരോ എംപ്ലോയീസിനും ഓരോ ലക്ഷ്യം ഉണ്ടായിരിക്കും. അപ്പൊ ടോപ്പ് ആണ് ബിസിനസ് ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷന് ഒരു ലക്ഷ്യമുണ്ട്. എന്ത് ചെയ്യണം? ഞാൻ എന്റെ ബിസിനസ് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കണം, എന്റെ ബിസിനസ് അറിയപ്പെടുന്ന ഒരു ബിസിനസ്സായി വളരണം. ഒത്തിരി ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കാം. അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അത് ഓർഗനൈസേഷന്റെ ലക്ഷ്യമാണ്. ആ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കുന്നത് ആരിലൂടെ നിങ്ങൾ പറഞ്ഞേ, ആരിലൂടെ ആയിരിക്കും? ആരിലൂടെയാണ് ബിസിനസ് ഓർഗനൈസേഷൻ അതിന്റെ ലക്ഷ്യം നേടിയെടുക്കുക? നല്ല പേര്, മറ്റുള്ളവരുടെ ഇടയിൽ ഒരു പേര് സമ്പാദിക്കുക, അത് തന്നെ. യെസ്, ഒരു സംശയവും വേണ്ട, എംപ്ലോയീസ് തന്നെയാണ്. അപ്പൊ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ എംപ്ലോയീസും, ആ ഒരു ബെറ്റർ റിസൾട്ട് കൊടുക്കാൻ വേണ്ടി ഓരോ എംപ്ലോയീസും അവരുടേതായ എന്തുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ഞാൻ എന്റെ വർക്ക് പെർഫെക്റ്റ് ആയിട്ട്, അല്ലെ, ക്ലിയർ ആയിട്ട് ചെയ്യണം.
സോ അങ്ങനെ ഓരോ എംപ്ലോയീസും ആലോചിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ ഒരു ബെറ്റർ ഡിസിഷൻ, ഐ ഹാവ് ടു ഡു മൈ ബെസ്റ്റ്, ഒരു ഉറപ്പില്ലാണ്ട് ഞാൻ എന്റെ ജോലി കൃത്യമായിട്ട് വൃത്തിയായിട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓക്കെ ആയി അല്ലെ. നമ്മൾ പറയില്ലേ, പണ്ടാരെന്ന് പറയും, നമ്മുടെ ലോകം നന്നാക്കാൻ നടക്കുമ്പോൾ നമ്മൾ സ്വയം നന്നാക്കുക അല്ലെ. നമ്മൾ സ്വയം നന്നാക്കുക, നമ്മുടെ വീട്ടിലുള്ള ആളുകളെ നമുക്ക് നന്നാക്കാൻ പറ്റുമെങ്കിൽ അവരെ നന്നാക്കുക, നമ്മുടെ ചെറിയ ഒരു കുഞ്ഞ് ലൊക്കാലിറ്റി, ഒരു ചെറിയ സൊസൈറ്റീനെ നമുക്ക് നന്നാക്കാൻ പറ്റുന്ന നമ്മുടെ ചില വാക്കുകളോ പ്രവർത്തികളിലൂടെയാണെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഒരു വലിയ എന്താ പറയാ നേട്ടത്തിലേക്ക് നമുക്ക് ലോകം മുഴുവൻ ഉള്ള ആ ഒരു ആളുകളെ നല്ല നന്മയിലേക്ക് നയിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യാൻ, അപ്പൊ അത് കുറെയൊക്കെ പ്രാക്ടിക്കൽ അല്ലാത്ത കാര്യങ്ങളായതുകൊണ്ട് ചില ആൾക്കാർ അത് വിടും, വേണ്ട ഞാൻ നന്നായി മതി, അല്ലെങ്കിൽ എന്റെ വീട് നന്നായി മതി, മറ്റുള്ളവരൊക്കെ എങ്ങനെയാണെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള ആ ഒരു രീതിയിലേക്ക് പോകും. അങ്ങനെയല്ല ഒരു ഓർഗനൈസേഷന് കുറെ ലക്ഷ്യങ്ങളുണ്ട്. അത് ലഭ്യമാകുന്നത് അവിടെയുള്ള വർക്കേഴ്സ്, എംപ്ലോയീസ്, സ്റ്റാഫുകൾ, ജോലിക്കാരുടെ ആ ഒരു സമൂഹം തന്നെയാണ്. വർക്ക് ഫോഴ്സ് ആണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ അവരവരുടെ ലക്ഷ്യങ്ങൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ചെയ്യുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് കുറെ കാര്യങ്ങളൊക്കെ ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്നുണ്ട്. ഇനി പറയാൻ പോകുന്നത് അത്തരം ചില കാര്യങ്ങളാണ്. അതായത് ഓർഗനൈസേഷനിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ജോബ് ഡിസൈൻ ആണ്. ജോബ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് എന്താ പറയാ, ഒരു ജോബിനകത്ത് ഒരു ജോലി ഇപ്പൊ ഒരു ടീച്ചിങ് ജോലിയാണെങ്കിൽ ആ ജോലിയിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഒരു സീക്വൻസ് ആയിട്ട് എന്ന് വെച്ചാൽ ഓർഡറിൽ കൃത്യമായിട്ട് ആ ജോലി എന്താണ്, അതൊക്കെ ഒരു കൃത്യമായ ഓർഡറിൽ അവിടെ ഉൾപ്പെട്ടിരിക്കുന്ന ആ ജോലിയിലുള്ള ടാസ്ക് എന്താണ്, ആ ജോലിയിൽ അവർ ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്താണ്, എന്ത് റെസ്പോൺസിബിലിറ്റീസ് ആണ് എന്നൊക്കെ അതൊക്കെ കൃത്യമായിട്ട്. അപ്പൊ ബിസിനസിന്റെ ഒബ്ജക്റ്റീവ്സ്, ബിസിനസിന്റെ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ ജോലി, ആ ജോലിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നു, അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ടാസ്ക്, അതിനകത്തെ ഡ്യൂട്ടീസ്, അതിനകത്തെ റെസ്പോൺസിബിലിറ്റീസ്, ഇതിന്റെ എല്ലാം ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു സീക്വൻസിൽ കൃത്യം ഓർഡറിൽ ഉണ്ടാക്കി വെക്കുക. അതിനെയാണ് നമ്മൾ ജോബ് ഡിസൈൻ എന്ന് വിളിക്കുക. ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താ, ഡിസൈൻ ചെയ്യാം, നമ്മൾ പ്ലാൻ ചെയ്യും, പ്ലാൻ വരയ്ക്കും അല്ലെ. ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു ബിൽഡിങ്ങിന്റെ ഒരു ഡിസൈൻ അല്ലെ, ബിൽഡിങ്ങിന്റെ ഒരു പ്ലാൻ തയ്യാറാക്കും അല്ലെ. അതുപോലെ നമ്മളൊരു ഡിസൈൻ എല്ലാത്തിനും കൊടുക്കും. എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ രൂപീകരിക്കുമ്പോൾ അതിനൊരു ഡിസൈൻ ഫോം ചെയ്യും. ഒരു ഡ്രസ്സ് നമ്മൾ തയ്ക്കാനായിട്ട് തുന്നാനായിട്ട് കൊടുക്കാൻ പോകണം, അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും, അതൊരു ഡിസൈൻ ചെയ്യും. അത് എങ്ങനെ തയ്യണം, തുന്നണം അല്ലെ, തുന്നിക്കണം എന്നൊക്കെ നമുക്കൊരു ഐഡിയ വേണം അല്ലെ. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനിലും ഓരോ ജോബിനും അതിനൊരു ഡിസൈൻ ഉണ്ട്. വാട്ട് ആർ ദ റെസ്പോൺസിബിലിറ്റീസ്, വാട്ട് ആർ ദ ഡ്യൂട്ടീസ് എൻഗേജ്ഡ് ഇൻ ദാറ്റ് ടാസ്ക്, വാട്ട് ആർ ദ ടാസ്ക്, ഈ ടാസ്കും അതിന്റെ ഡ്യൂട്ടീസും അതിന്റെ റെസ്പോൺസിബിലിറ്റീസും ഒരു ജോലിയിൽ ഉൾപ്പെട്ടതെല്ലാം കൃത്യമായ ഒരു ലോജിക്കൽ സീക്വൻസിൽ ഉണ്ടാക്കി വെക്കുക. അതിനെയാണ് നമ്മൾ ജോബ് ഡിസൈൻ എന്ന് പറയാ. ക്ലിയർ ആയോ ജോബ് ഡിസൈൻ എന്താണെന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം, ബിക്കോസ് അത് ഇമ്പോർട്ടന്റ് ആണ്. ജോബ് ഡിസൈൻ എന്താണെന്ന്. ഓക്കെ, ഇനി കോൺസെപ്റ്റ്, ജോബ് ഡിസൈൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് നമുക്കറിയാം. ഈ ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടാക്കുന്നത് കൊണ്ട് വാട്ട് ഈസ് ദ പ്രിവിലേജ്, അഡ്വാൻറ്റേജ് ബിഹൈൻഡ് ഇറ്റ്. അങ്ങനെ ഒരു ജോബ് ഡിസൈൻ ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ജോബ് ആണെങ്കിലേ. സ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ എന്താ, നല്ലൊരു ഘടന, ഇങ്ങനെയാണ് ഇന്ന കാര്യം, ഇന്ന സ്റ്റെപ്പ് ആദ്യം, അത് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ ഉള്ള ഒരു കാര്യം. ഒരു കൃത്യമായ ഒരു സ്ട്രക്ചറുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നല്ല ഭംഗിയായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതേസമയം നിങ്ങൾ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ചെയ്യൂ എന്ന് പറയുമ്പോൾ അത്ര പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ കുറച്ച് തിങ്ക് ചെയ്യണം അല്ലെ, ആലോചിച്ചും കണ്ടുപിടിച്ചും ഒക്കെ നമ്മൾ അത് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? അപ്പൊ ഒരു കറക്റ്റ് ആയിട്ട് ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഒരു ജോബിന് ഉണ്ടെങ്കിൽ ഇറ്റ് മേക്സ് ദ എംപ്ലോയീസ്, അത് എംപ്ലോയീസിനെ സഹായിക്കും. ഇതിന് വേണ്ടിയിട്ട് അവരുടെ ഹൈ ലെവൽ പെർഫോമൻസിന് വേണ്ടിയിട്ട്. കണ്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു കറക്റ്റ് സ്ട്രക്ചർ, ഒരു പ്രത്യേക ഘടന നമ്മൾ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായിട്ട് നമുക്ക് തന്നാൽ വി ക്യാൻ ഡു അവർ ബെസ്റ്റ് പെർഫോമൻസ്. നമ്മൾ നമ്മളുടെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആ ഒരു ജോലിക്ക് വേണ്ടി നമുക്ക് കാഴ്ചവെക്കാൻ പറ്റും. അത് ആ ഒരു മോട്ടിവേഷൻ ആണ് എംപ്ലോയീസ്, ബിക്കോസ് ദേ ഹാവ് സം സ്ട്രക്ചർ ഫോർ ദാറ്റ് പർട്ടിക്കുലർ ജോബ്. ആ ഒരു ജോബിന് അവർക്ക് ഒരു സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ചെയ്താൽ മതി, അറ്റ് മാക്സിമം പെർഫോമൻസ്, ബെസ്റ്റ് പെർഫോമൻസ് നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ മാത്രം മതി. കാരണം ഇറ്റ് ഈസ് ഓൾറെഡി സ്ട്രക്ചേർഡ് ആണ് ആ ഒരു ജോബ്, ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി. അതേസമയം പുവർലി ഡിസൈൻഡ് ആയിട്ടുള്ള ജോബ് ആണെങ്കിൽ, അതേസമയം നല്ല രീതിയിലുള്ള ഡിസൈനിങ് ഒന്നുമില്ല, എന്തെങ്കിലും അതാവട്ടെ, ഞങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് ഇങ്ങനെ കിട്ടണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ദർ ഈസ് നോ പ്രോപ്പർ ഡിസൈൻ.
കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസൈൻ ഒന്നും ചെയ്യാത്തൊരു ജോബ് ആണെങ്കിൽ അത് എന്തിൽ ആയിരിക്കും അതിന്റെ പ്രതിഫലം എന്ന് പറയുന്നത്? ബോർഡം. ആൾക്കാർക്ക് ബോറടിക്കും. പിന്നെ എന്താ പറയാ, എംപ്ലോയീസ് ഫ്രസ്ട്രേറ്റഡ് ആകും. എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, ഭയങ്കര സ്ട്രെസ്സും ഫ്രസ്ട്രേഷനും ഒക്കെ വരും. പിന്നെന്താ, ഹൈ ടേൺ ഓവർ. നേരത്തെ നമ്മൾ റെഡ്യൂസിങ് ടേൺ ഓവർ പറഞ്ഞു. ടേൺ ഓവർ എന്താണെന്ന് ഞാൻ അന്നേരം പറഞ്ഞു. കുഞ്ഞിനോട്ട് വേണമെങ്കിൽ ഞാൻ എഴുതി തരാം. എന്താ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ കുറച്ച് അധികം ആളുകൾ ചിലപ്പോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മുടെ വർക്കിംഗ് സിറ്റുവേഷൻസിൽ നിന്ന് ക്വിറ്റ് ചെയ്തു പോകുന്ന ഒരു രീതിയാണ്. അതായത് ഒരു താല്പര്യക്കുറവ്, എന്നിട്ട് താല്പര്യക്കുറവ് കൊണ്ട് എല്ലാവരും പോകുക. അതപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ നല്ലൊരു കറക്റ്റ് ഡിസൈൻ ഉള്ള കാര്യം എന്താന്ന് വെച്ചാൽ എംപ്ലോയീസിന് മനസ്സിലാകുന്നില്ല എന്താണ് ഞാൻ ചെയ്യേണ്ട ജോലി. കാരണം ദർ ഈസ് നോ പ്രോപ്പർ സ്ട്രക്ചർ, പ്രോപ്പർ ഡിസൈൻ ഇല്ല ആ ജോബിന്. പ്രോപ്പർ ഡിസൈൻ ഉള്ള ജോബ് ആണെങ്കിൽ എംപ്ലോയീസ് ഭയങ്കര എന്താ പറയാ എന്തൂസിയാസ്റ്റിക് ആയിരിക്കും. അവരവരുടെ ബെസ്റ്റ് മാക്സിമം പെർഫോമൻസ് അവര് എന്താ പറയാ ചെയ്യാനായിട്ട് ശ്രമിക്കും. അതേസമയം പുവർ ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പുവർ ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ജോബ് ആണെങ്കിൽ അവർക്ക് എംപ്ലോയീസിന് ഫീൽസ് ബോർഡം, ബോറടിക്കും. ഓൾസോ ദേ ഫീൽ ഫ്രസ്ട്രേഷൻ അനുഭവപ്പെടും. ഹൈ ടേൺ ഓവർ, ആ ജോലികളോടുള്ള താല്പര്യക്കുറവ്. ആ താല്പര്യക്കുറവ് മൂത്ത് എന്ത് ചെയ്യും? ചിലപ്പോൾ പോണമെന്ന് തോന്നും, വിട്ടു പോണമെന്ന് തോന്നും. കാരണം ഏതാ ചെയ്യേണ്ടേ വ്യക്തമായ ഒരു ധാരണയില്ല. അവർ പേടിച്ചിട്ടൊക്കെ ചിലപ്പോൾ ആൾക്കാർ വിട്ടിട്ട് പോകും. ആൻഡ് ഓൾസോ റെഡ്യൂസ്ഡ് മോട്ടിവേറ്റഡ് ആകില്ല. ആരെന്ത് പറഞ്ഞാലും എനിക്ക് പറ്റില്ല, ഞാൻ അത് ചെയ്യില്ല, കാരണം എനിക്ക് അതിനെ കുറിച്ച് യാതൊരു ധാരണയില്ല. അതുപോലെ തന്നെ അങ്ങനെ ഇതെല്ലാം കുറഞ്ഞു വരുമ്പോ ഇറ്റ് വിൽ ലീഡ് ടു ലോ ലെവൽ ഓഫ് പ്രൊഡക്ടിവിറ്റി. അപ്പൊ എന്ത് പറ്റും? പ്രൊഡക്ടിവിറ്റി കുറയും, ഉൽപാദനം കുറയും. ആൻഡ് ഓൾസോ ഒരുപാട് ചെലവുകൾ, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൂടും. മനസ്സിലായോ? ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് ജോബ് ഡിസൈൻ ചെയ്യാത്തതിന്റെ ചില എന്താ പറയാ ഡിസ്അഡ്വാൻറ്റേജസ് ആണ് പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ പ്രോപ്പർ ആയിട്ട് സ്ട്രക്ചേർഡ് ചെയ്തിട്ടുള്ള ഡിസൈൻ ചെയ്ത ജോബ് ആണെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതേസമയം തന്നെ ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർലി ഡിസൈൻഡ്, ശരിയായ രീതിയിൽ ഡിസൈൻ ചെയ്തില്ലെങ്കിൽ അതിൻ്റെതായ ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. അതാണ് ഈ ജോബ് ഡിസൈനിന്റെ ഒരു പ്രത്യേകത. അതാണ് പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ് ഓഫ് ജോബ് ഡിസൈൻ. ക്ലിയർ? മനസ്സിലായോ? എല്ലാവർക്കും വേഗം ചാടി നിങ്ങളോടാ. ഒരാൾ മാത്രം ഓക്കെ പറയുള്ളൂ. യെസ്, ഓക്കെ. അപ്പൊ ഒരു സെന്റൻസ് ഒന്ന് രണ്ടെണ്ണം വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. കോൺസെപ്റ്റ് ജോബ് ഡിസൈൻ എന്നുള്ള കോൺസെപ്റ്റ് ഒന്ന് വേഗം വായിച്ചു നോക്കാം. സെന്റൻസ് രണ്ട് കാര്യം പറയുന്നുള്ളൂ. ആ ജോബ് സ്ട്രക്ചർ ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഓവറായിട്ട് ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ശരിയായ രീതിയിൽ ജോബ് ഡിസൈൻ ചെയ്തിട്ടില്ലെങ്കിലും, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉള്ള രണ്ട് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സോ രണ്ട് സെന്റൻസും ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് ടിക്കറ്റ് വെക്കുകയോ അണ്ടർലൈൻ ചെയ്യുകയോ ചെയ്യാം കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തതിലേക്ക് പോട്ടെ ഞാൻ. ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് മോഡൽ. യെസ്, ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് മോഡലാണ്. അതായത് നമ്മൾ അപ്പൊ പഠിക്കുന്നത് എന്താണെന്നറിയോ? അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന് നമ്മുടെ ഓർഗനൈസേഷന്റെ സ്ട്രക്ചറുമായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് ചെയ്യാനായിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ജോലി എന്താണ്, ഓരോ ജോബിനും അതിൻ്റെതായ പ്രത്യേക രീതിയിൽ അതിനെ ഡിസൈൻ ചെയ്ത് അതിന്റെ ഓരോ മോഡലൊക്കെ അല്ലെ, അതുപോലെ ആ ജോബിന്റെ ഇമ്പോർട്ടൻസ് മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കും. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് എംപ്ലോയീസിനെ അതിനു വേണ്ടി എല്ലാത്തിനും ഒരുക്കേണ്ടത്, പ്രിപ്പയർഡ് ആക്കേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അടുത്ത ടോപ്പിക് ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് മോഡലാണ്. ഈ ജോബ് ക്യാരക്ടറിസ്റ്റിക്സിന്റെ മോഡലുകളാണ് നമ്മൾ പറഞ്ഞത്. ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് മോഡൽ എന്ന് പറയുന്നത് അതൊരു എന്താ പറയാ അറ്റംപ്റ്റ് ആണ്, ഒരു ജോബ് ഡിസൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിച്ച് ഇൻക്രീസസ് ദ മോട്ടിവേഷണൽ പ്രോപ്പർട്ടീസ്, അതായത് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പ്രോപ്പർട്ടീസ്, ചില കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇതാണ് ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് മോഡൽ. ഇത് ഡിസൈൻ ചെയ്തത് ഹാക്ക്മാൻ ആൻഡ് ഓൾഡ്ഹാം എന്ന് പറയുന്ന ആളുകളാണ്. 1975 ഇങ്ങനെ ഒരു മോഡൽ, അതായത് ജോബിന്റെ ഒരു ജോലിക്ക് അതിന്റെ സവിശേഷതകൾ മനസ്സിലായോ, അതിനൊരു മോഡല് ഫോം പ്രപ്പോസ് ചെയ്തത് ഹാക്ക്മാൻ ആൻഡ് ഓൾഡ്ഹാം ആണ്. അതിനകത്ത് എന്താ പറയുന്നത് അറിയാം, ഒരു 5 കോർ ജോബ് ഡയമെൻഷൻസ് പറയുന്നുണ്ട്. ഒരു 5 എന്താ പറയാ തരത്തിലുള്ള ജോബ് ഡയമെൻഷൻസ്. ഡയമെൻഷൻ എന്ന്
പറഞ്ഞാൽ എന്താ, അളവുകൾ, ജോബിന്റെ ചില ഡയമെൻഷൻസ് 5 എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ 3 ക്രിട്ടിക്കൽ സൈക്കോളജിക്കൽ സ്റ്റേറ്റുകളും മാനസികമായിട്ടുള്ള ചില സ്റ്റേറ്റ്, ഒരു അവസ്ഥകളും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ അതിന്റെ റിസൾട്ട്, അതിന്റെ ഒരു ഔട്ട്കം, അതുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്യുന്ന ജോലിയുടെ ഒരു റിസൾട്ട്, ഇങ്ങനെയായിട്ട് ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അത് കുറച്ചുകൂടി മനസ്സിലാവാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു എന്താ പറയുക, ഒരു ചാർട്ട് പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടാല് മനസ്സിലാകും. ഉണ്ടോ, കാണുന്നുണ്ടോ ചാർട്ട്? അതായിരിക്കും കുറച്ചുകൂടി കൂടുതൽ ക്ലിയർ ആകുക. ആ കോർ ജോബ് ക്യാരക്ടറിസ്റ്റിക്സ്, കോർ ജോബ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് 5 പോയിന്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് അയക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആകുന്നുണ്ടോ? നോട്ട്: സ്കിൽ, വെറൈറ്റി, ടാസ്ക് ഐഡന്റിറ്റി, ടാസ്ക് സിഗ്നിഫിക്കൻസ്, ഓട്ടോണമി ആൻഡ് ഫീഡ്ബാക്ക്. ഇങ്ങനെ 5 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ എന്തൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? സ്കിൽ വെറൈറ്റി എന്ന് വെച്ചാൽ എന്താ? അതായത് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് സ്കിൽ അല്ലെ. അതായത് ഈ 5 ക്യാരക്ടറിസ്റ്റിക്സ് ഓരോ ജോബിനും ഉണ്ടായിരിക്കണം. ഇപ്പൊ നമുക്ക് ഒരു ജോലി, നമ്മളൊരു ജോലിയിൽ പ്രവേശിക്കുമ്പോ നമുക്ക് ചിലപ്പോ ആ ജോലി മാത്രമായിരിക്കില്ല, അതിനുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ വേറെയും സ്കിൽസ് നമുക്ക് ഉണ്ടായിരിക്കാം. എംപ്ലോയീസിന് ഒരേ ഒരൊറ്റ സ്കില്ല് കൊണ്ട് മനുഷ്യന്മാർക്ക് ഒരുപാട് സ്കില്ലുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതിന്റെയൊക്കെ മാക്സിമം യൂസ് ചെയ്യുന്നില്ല. കുറെയൊക്കെ നമ്മൾ അറിഞ്ഞ് അത് വളർത്തിയെടുക്കുന്നു, ചിലതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലാത്ത മട്ടില് അങ്ങനെ പോകുന്നു. അങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങൾ. പക്ഷെ ഇവിടെ എന്താ പറയാ, സ്കിൽ വെറൈറ്റി, ഓരോ ജോലിയുടെയും അതിൻ്റെതായ ജോലിക്കാരുടെയൊക്കെ സ്കിൽസ്, അത് വെറൈറ്റീസ് ആയിട്ടുള്ളത്. പിന്നെ ടാസ്ക് ഐഡന്റിറ്റി, അത് കണ്ടെത്തിയതിനു ശേഷം അവർക്ക് എന്താ പറയാ, അവർക്ക് കൊടുക്കാനുള്ള ടാസ്ക് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. പിന്നെ എന്താ പറയാ, ടാസ്ക് സിഗ്നിഫിക്കൻസ്, ഓരോ ടാസ്കിന്റെയും ഇമ്പോർട്ടൻസ്, ഓരോ ജോലിയുടെയും ഇമ്പോർട്ടൻസ്. പിന്നെ എന്താണ്, ഓട്ടോണമിയാണ്. അതെന്താണ്? അത് ഓട്ടോണമി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫ്രീഡം, എന്താ പറയാ, ഒരു ഡിസ്ക്രിപ്ഷൻ ആണ്. നമ്മുടെ എംപ്ലോയീസിന്റെ ഒരു എന്താ പറയാ, ഒരു സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ അവരുടെ ഒരു ആഗ്രഹം. എന്താണ്, അവർ ചെയ്യുന്ന എന്തെങ്കിലും ജോലി, അതുപോലെ തന്നെ മറ്റേതെങ്കിലും ജോലി, അനുബന്ധ ജോലികൾ ചെയ്യാം. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ പങ്കുകാരാകാം എന്നുള്ള ഒരു, അതിനൊക്കെ കൊടുക്കുന്ന ഒരു ഫ്രീഡം. നമ്മൾ എന്തെങ്കിലും ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച ചില ഇമ്പോർട്ടന്റ് മാറ്റേഴ്സിൽ ചില ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ ഇൻക്ലൂഡിങ് ദം, എംപ്ലോയീസിനെ കൂടി എന്ത് ചെയ്യുക, അത് അവരെ കൂടി ഉൾപ്പെടുത്തുക. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീഡം ആണ് ഓട്ടോണമി എന്ന് പറയുന്നത്. പിന്നെ ഫീഡ്ബാക്ക്, അതിന്റെയൊക്കെ ഒരു റിസൾട്ട്, നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ഒക്കെ ഒരു റിസൾട്ട് ആണ്, ഫീഡ്ബാക്ക് ആണ്. നമ്മൾ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത്. ഇനി അതിന്റെ സൈക്കോളജിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ 5 കോർ ആയിട്ടുള്ള ഈ ഡയമെൻഷൻസ്, 5 കോർ ഡയമെൻഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജോബിന്റെ ക്യാരക്ടറിസ്റ്റിക്സിന് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്ന ഈ 5 എണ്ണത്തിന്റെ സൈക്കോളജിക്കൽ സ്റ്റേറ്റുകൾ വീണ്ടും പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? മീനിങ് ഫുൾനെസ്, അതായത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, അതുപോലെ തന്നെ ഓരോരുത്തരുടെയും അവരവരുടെ റെസ്പോൺസിബിലിറ്റി മനസ്സിലാക്കുക, പിന്നെ അവർ ചെയ്ത ജോലിയുടെ റിസൾട്ട് എന്താണെന്ന് അറിയുക. സ്വന്തമായിട്ട് ഞാൻ ഇന്ന ജോലി ചെയ്തു, അതിന്റെ റിസൾട്ട് അവരവർക്ക് തന്നെ മനസ്സിലാക്കണം. ഞാനത് നല്ല രീതിയിൽ ചെയ്തോ, അല്ലെ, പ്രോപ്പർ ആയിട്ട് ചെയ്തോ, അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ചെയ്തോ, അതിന്റെ റിസൾട്ട് അവർക്ക് തന്നെ ബോധ്യം വരണം. കാരണം നമുക്ക് തന്നെ ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് വി ക്യാൻ ഡു ഇറ്റ് ബെറ്റർ നെക്സ്റ്റ് ടൈം, ഇതിനേക്കാൾ നന്നായി എനിക്ക് അടുത്ത സമയം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പറ്റണം. ആ ഒരു എന്താ പറയാ, ഒരു പ്ലാനിങ്ങിന് കൂടി വേണ്ടിയിട്ടാണ്, ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, ഇതൊക്കെ മനസ്സിനുള്ളിൽ വരുന്നത്. അതുകൊണ്ടാണ് അതിനെ സൈക്കോളജിക്കൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞേക്കണേ. മനസ്സിലായോ? സൈക്കോളജിക്കൽ സ്റ്റേറ്റ്, ഈ പറയുന്ന നേരത്തെ പറഞ്ഞ 5 ഡയമെൻഷൻസിന്റെ സൈക്കോളജിക്കൽ സ്റ്റേറ്റുകളാണ് മീനിങ് ഫുൾനെസ്, ഓരോ ടാസ്കിന്റെയും അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുള്ള ഒരു അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ റെസ്പോൺസിബിലിറ്റി, അതിൽ നിന്ന് നമുക്ക് ഉണ്ടാകേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ, ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. പിന്നെ നമ്മളുടെ റിസൾട്ടിന്റെ അറിവ്, നമ്മൾ ചെയ്ത ആ ജോലിയുടെ ഒരു റിസൾട്ട്, അതിനെ കുറിച്ചുള്ള ഒരു അറിവ്. ഇനി ഇതിന്റെയൊക്കെ ഔട്ട്പുട്ട് എന്താണ്, അല്ലെങ്കിൽ ഔട്ട്കം എന്താണ്? ഈ പറയുന്ന കോർ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്ന് മോട്ടിവേഷൻ, നമ്മൾ സ്വയം മോട്ടിവേറ്റഡ് ആകുന്നു, അല്ലെ, നമുക്ക് കിട്ടുന്ന ഓർഗനൈസേഷനിൽ നിന്ന് കിട്ടുന്ന പല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് പ്രചോദിതരാകും. പിന്നെന്താ പറയാ, നമ്മൾ പെർഫോം ചെയ്യും, ആ പെർഫോമൻസിൽ നിന്ന് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. പിന്നെന്താ പറയാ, ആബ്സെന്റീസം എന്ന് പറഞ്ഞാൽ ഒരു മടുപ്പ്, അല്ലെ, ചിലപ്പോഴൊക്കെ അങ്ങനെയും ചില റിസൾട്ട് ഉണ്ട്. അതായത് നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. അതുപോലെ ടേൺ ഓവറിന്റെ കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ എന്താ പറയാ, പോകലും വരലും ഒക്കെ കൂടോ കുറോ ഒക്കെ ചെയ്യും. ചിലപ്പോൾ എംപ്ലോയീസ് ഫിറ്റ് ചെയ്ത് ആ ഒരു ഇതിൽ താല്പര്യമില്ലാതെ പോകും, ചില ആളുകൾ റിട്ടൈൻ ചെയ്യും, അവർ തന്നെ നിലനിൽക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതൊക്കെ അതിന്റെ റിസൾട്ട് ആണ്. അപ്പൊ ഈ 5 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളുടെ കോർ ഡയമെൻഷൻസ് ആയിട്ട് ജോബിന്റെ മോഡലിൽ പറഞ്ഞേക്കണേ. 5 മോഡലും അതിന്റെ സൈക്കോളജിക്കൽ സ്റ്റേറ്റും അതിന്റെ റിസൾട്ടുമാണ് നമുക്ക് ആ ഒരു ചാർട്ടിൽ കാണിച്ചിരിക്കുന്നത്.
എന്താണ് മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ചാർട്ട് നിങ്ങൾ എന്താണെന്ന് നോക്കി വെക്കുക. ആ ചാർട്ടിലെ കോർ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത് എന്താ, അല്ലെങ്കിൽ അതിന്റെ സൈക്കോളജിക്കൽ സ്റ്റേറ്റ്സിൽ വരുന്നത് എന്താണ്, അതിന്റെ ഔട്ട്കംസ് എന്താണ് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ചാർട്ട് ഒന്ന് NB എന്ന് ഇട്ട് വെച്ചിരിക്കുക, അല്ലെങ്കിൽ ടിക്കറ്റ് വെക്കുകയോ അത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഓക്കെ, അടുത്തത് പറഞ്ഞോട്ടെ. സിഗ്നിഫിക്കൻസ് ഓഫ് ജോബ് ഡിസൈൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ജോബിന് ഒരു ഡിസൈൻ ചെയ്യുന്നത് നല്ലതാണ്. എന്താണ് അതിന്റെ ആവശ്യകത? വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിസൈനിങ് എ ജോബ്? ഒരു ജോബ് എന്തിനാ ഡിസൈൻ ചെയ്യുന്നതെന്ന് എന്താണ്? ജോബ് ഡിസൈൻ ഈസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ പ്രോസസ്സുകളിൽ ജോബ് ഡിസൈൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തിന്? ടു മേക്ക് ഷുവർ ദാറ്റ് ദ ജോബ് റിമെയിൻസ് അപ്ഡേറ്റഡ്. അതായത് ഓരോ ജോലിയും ഓരോ പ്രത്യേക സ്ഥലം ചെല്ലുമ്പോൾ അത് അപ്ഡേറ്റഡ് ആണ് എന്ന് മനസ്സിലാക്കാനും, അതോടൊപ്പം തന്നെ എംപ്ലോയീസിന് അതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാനും. ഒരു ജോലി ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ എത്രത്തോളം ജോലി ചെയ്തു, എത്ര വരെ ചെയ്തു, അങ്ങനെ ഒരു അപ്ഡേഷൻസ് എംപ്ലോയീസിന് കൊടുക്കാൻ. അതോടൊപ്പം തന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് എത്രയാണെന്ന് എംപ്ലോയീസിന് മനസ്സിലാക്കാൻ എന്ത് വേണം? ജോബ് ഡിസൈൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ജോബ് ഡിസൈൻ ഈസ് വെരി ഇമ്പോർട്ടന്റ് ബിക്കോസ് ഇറ്റ് ഈസ് ദ പ്രോസസ് വിച്ച് മേക്ക് ഷുവർ ദാറ്റ് ദ ജോബ് റിമെയിൻസ് അപ്ഡേറ്റഡ്. ആ ജോബ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തു വരുന്നു. കാരണം ഇത്രയും ചെയ്തു ഞാൻ, ഇനി എനിക്ക് ഇത്ര ഭാഗമാണ് ചെയ്യാനുള്ളത്, കണ്ടോ അപ്ഡേറ്റഡ് ആണ്. ഇത്ര ഭാഗം ഞാൻ ഇന്ന് ചെയ്തു, ഇനി ഇതിന്റെ ബാക്കി ഭാഗം എനിക്ക് നാളെ ഇത്രയും ചെയ്യാനുണ്ട്. ആ ഒരു ബോധ്യം നമ്മള് എന്താ പറയാ, ഇപ്പൊ ഞാൻ ഇവിടെ എനിക്കറിയാം ഇന്ന പോർഷൻ വരെ ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിലെടുത്തു, ഇന്ന് ഞാൻ ഇവിടെ നിന്നാണ് എടുക്കേണ്ടത്. സോ ആ ഒരു അപ്ഡേഷൻസ് എംപ്ലോയീസിന് മനസ്സിലാക്കാനും, ഓരോരുത്തരും അവരവരുടെ ജോലിയുടെ അപ്ഡേഷൻസ് മനസ്സിലാക്കാനും, അതുപോലെ തന്നെ അവരുടെ ജോലിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനും ജോബ് ഡിസൈൻ ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പോ ഇനി ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള ഒബ്ജക്റ്റീവ്, ഈ ഒരു ജോബ് ഡിസൈനിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു റെഡ്യൂസ് ഓർ ടു മിനിമൈസ് ഡിസാറ്റിസ്ഫാക്ഷൻ. അതായത് ഈ പറയുന്ന ഒരു ജോലി ഉണ്ടല്ലോ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ബേസിസിൽ ഒരേ കാര്യം തന്നെ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ജോലിക്കാരുടെ ഇടയിൽ എന്ത് വരും? ഒരു സംതൃപ്തി, ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ. ഇന്നലെ ചെയ്തത് തന്നെ അല്ലെ, ഒരു തൃപ്തിക്കുറവ്. അതായത് ആ ഒരു കാര്യം മിനിമൈസ് ചെയ്യാൻ, അതന്നെ മടുപ്പ്, അതൊക്കെ വരും. അത് വരാതിരിക്കാനാണ് എന്ത് ചെയ്യുന്നത്? ഈ ജോബ് ഡിസൈൻ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ ജോബ് ഡിസൈൻ ചെയ്തതിന്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു മിനിമൈസ് ഡിസാറ്റിസ്ഫാക്ഷൻ among the employees which comes of a job on a daily basis. ഇത് നിരന്തരമായിട്ട് ഡെയിലി ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകാവുന്ന ആ ഒരു മടുപ്പ്, അതൊക്കെ ഡിസാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഡിസാറ്റിസ്ഫാക്ഷൻ വന്നാൽ എന്ത് പറ്റും? എംപ്ലോയീസിന് ഡിസാറ്റിസ്ഫാക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ചില ആൾക്കാർ അവിടുന്ന് ക്വിറ്റ് ചെയ്തു പോകും, ലീവ് ചെയ്തു പോകും, വിട്ടുപോകും അല്ലെ. തൃപ്തിയില്ലാതെ ചെയ്യുമ്പോൾ കുറെ നാളിങ്ങനെ അസംതൃപ്തിയോടെ പ്രവർത്തിക്കുന്നതിനേക്കാൾ നല്ലത് എന്ത് ചെയ്യാ? ക്വിറ്റ് ചെയ്ത് പോകുകയാണെന്ന് വിചാരിച്ചിട്ട് തിരിച്ചു പോകും. അപ്പൊ അങ്ങനെ വരുമ്പോ അത് പല ഇഷ്യൂസും കമ്പനിക്ക് ഉണ്ടാകൂലേ? കാരണം പെട്ടെന്ന് കുറെ ജോലിക്കാരൊക്കെ മടുപ്പ് തോന്നി അങ്ങനെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ bring some bad effect അല്ലെ. നമ്മുടെ കമ്പനിക്ക്, ഓർഗനൈസേഷന് ചില നെഗറ്റീവ് ഇഫക്റ്റുകളായിരിക്കും ഉണ്ടാക്കുക. കുറെ പേരൊക്കെ ഒരുമിച്ച് പോയി കഴിയുമ്പോൾ അവിടെ കുറെ വർക്കുകളൊക്കെ പെൻഡിങ് ആകും. അതനുസരിച്ച് പല സ്ഥലത്തും ലാഗ് വരും. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും, ഒബ്ജക്റ്റീവ്സ് ഒന്നും കൃത്യസമയത്ത് നമുക്ക് നേടാൻ പറ്റില്ല. ജോബ് ഡിസൈൻ എന്ന് പറയുന്നത് പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്താണ്? അപ്ഡേറ്റിംഗ് ദ ജോബ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ജോബ് ഡിസൈനിന്റെ എന്താണ്? ജോബ് അപ്ഡേറ്റിംഗ് ആണ്. ഇങ്ങനെ നമ്മൾ നിരന്തരം അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് ജോബ് ഡിസൈൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയാനുള്ള കാരണം. ക്ലിയർ ആയോ? ആ ഒരു പാരഗ്രാഫ് പെട്ടെന്നൊന്ന് വായിച്ചു നോക്കാമോ? വായിച്ചു നോക്കിയിട്ട് ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറയാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രം ചോദിക്കാം. സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് സെന്റൻസ് ജോബ് ഡിസൈൻ ഈസ് വെരി ഇമ്പോർട്ടന്റ് ബിക്കോസ് എന്ന് പറഞ്ഞിട്ട് റെലവെന്റ് ടു ദ എംപ്ലോയി വരെയുള്ള സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. റെലവൻസ് ടു ദ എംപ്ലോയി. എനിക്ക് തോന്നുന്നു ആ 3 സെന്റൻസ് ഇമ്പോർട്ടന്റ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ടുള്ള സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. പ്രൈമറി ഒബ്ജക്റ്റീവ് ഈസ് ടു മിനിമൈസ് ഡിസാറ്റിസ്ഫാക്ഷൻ
which comes while doing the job on a daily basis. Daily ആയിട്ട് നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യും, ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. അത് റെഡ്യൂസ് ചെയ്യാനായിട്ട് ജോബ് ഡിസൈൻ കൊണ്ട് പറ്റും. ജോബ് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് എംപ്ലോയീസിനെ എന്ത് ചെയ്യും, ലീവ് ചെയ്ത് ഓർഗനൈസേഷൻ വിട്ടുപോകാനായിട്ട് പ്രേരിപ്പിക്കുന്നു. അത് കമ്പനീസിന് പല രീതിയിലുള്ള ഇഷ്യൂസും ഉണ്ടാകും. And job design has the primary responsibility of regularly updating the job. Regular ആയിട്ട് അത് വേണമെന്നില്ല, നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ സെന്റൻസ് വേണ്ട. ബാക്കി 3 സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോ. 3 സെന്റൻസ്, ലാസ്റ്റ് സെന്റൻസ് വേണ്ട. ഓൾറെഡി അത് നേരത്തെ ഒരു സെന്റൻസിൽ അവിടെ കയറി വന്നിട്ടുണ്ട്, അപ്ഡേറ്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ, യെസ്. ഇനി ജോബ് ഡിസൈൻ ചെയ്യുന്നതിന്റെ സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. സിമ്പിൾ കാര്യങ്ങൾ കിട്ടാം, വളരെ സിമ്പിൾ ആയിട്ട് ഓരോ കുഞ്ഞു സെന്റൻസ് ആയിട്ടാണ് തന്നേക്കണേ. ആ കിടക്കുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. ഒന്ന്, ജോബ് ഇവാലുവേഷൻ ആണ്. നമുക്കറിയാം എന്താ ജോബ് ഇവാലുവേഷൻ. ജോബിനെ വിലയിരുത്തുക. ഒരു ജോലി, ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഒരു ടീച്ചറിന്റെ ജോലിയാണ്. നിങ്ങൾക്ക് എവിടെ ഇങ്ങനെ ഓൺലൈൻ ആയിട്ട് നിന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ ആ ജോലി എത്രത്തോളം നല്ലതാണ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ളതാണ് എന്ന് ഇവാലുവേറ്റ് ചെയ്യണം. അതിനെന്ത് വേണം, അതിനെന്ത് വേണ്ടി വരുമായിരിക്കും? ആ ജോബിനെ കുറിച്ചൊരു കാര്യം അറിയണം. എന്താണ് ആ ജോബ് എന്ന് അറിയണം, അല്ലെ? എന്നാലേ വിലയിരുത്താൻ പറ്റുള്ളൂ. ആ ടീച്ചർ ടീച്ചിങ് ആണ് ചെയ്യുന്നത്. ഇന്ന ടോപ്പിക് HRM എന്ന് പറയുന്ന ഒരു കോഴ്സിനകത്ത് അതിന്റെ ഒരു കാര്യമാണ്, ഇന്ന ടോപ്പിക്കാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എന്താണെന്ന് മനസ്സിലാക്കണം, അല്ലെ? അതെന്താണെന്ന് മനസ്സിലാക്കിയാലേ അതിനെ വിലയിരുത്താൻ പറ്റുള്ളൂ. നമുക്കറിയില്ലാത്തൊരു കാര്യത്തെ കുറിച്ച് വിലയിരുത്താൻ പറഞ്ഞാൽ പറ്റുമോ? എന്നോടിപ്പോ പറയാണതേ ഈ കുട്ടിയുടെ ഇന്നൊരു എന്താ പറയാ സ്കില്ല്, ആ സ്കില്ലിനെ കുറിച്ച് ടീച്ചർ ഒന്ന് വിലയിരുത്തും എന്ന് പറഞ്ഞാൽ എനിക്ക് ആ സ്കില്ല് എന്താണെന്ന് അറിയണം, എനിക്ക് അതിനെ കുറിച്ച് ബോധ്യം ഉണ്ടാവണ്ടേ, എന്നാലേ എനിക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ. നമുക്കറിയില്ലാത്തൊരു കാര്യത്തെ കുറിച്ച് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല, അല്ലെ? നമ്മൾ കണ്ടിട്ടില്ലേ നമ്മുടെ TV ഷോസ് ഒക്കെ, ഒരുപാട് റിയാലിറ്റി ഷോസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴൊന്നും അറിയില്ല, കാണാൻ സമയമില്ലാത്തതുകൊണ്ട് അറിയില്ല, അല്ലെ? പാട്ട്, ഡാൻസ് പോലെയുള്ള പ്രോഗ്രാമുകളൊക്കെ. അവിടെയൊക്കെ ജഡ്ജസ് ആയിട്ട് വന്നിരിക്കുന്നവരാരാ? പാട്ടാണെങ്കിൽ പാട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭയങ്കര പ്രശസ്തരായിട്ടുള്ള, അല്ലെ, ഭയങ്കര എഫിഷ്യന്റ് ആയിട്ടുള്ള ഗായകരായിരിക്കും. അവിടെ എന്ത് ചെയ്യാം, ഒരുപാട് അവാർഡുകളൊക്കെ വാങ്ങിച്ച ആളുകളായിരിക്കും അതിന്റെ ജഡ്ജിങ് പാനലിൽ വന്നിരിക്കുക. അതുപോലെ ഓരോ കാര്യത്തിനും അതിൻ്റെതായ കാര്യമുണ്ട്. അപ്പൊ ഒരു ഓർഗനൈസേഷന്റെ ഒരു ജോബ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജോബിന്റെ ഡിസൈനിനെ കുറിച്ചിട്ട് എന്താണ് അറിവുണ്ടായിരിക്കണം. എന്നാലും നമുക്ക് ഇവാലുവേഷൻ നടത്താൻ പറ്റുള്ളൂ. അത് എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റ് ജോബുകളുമായിട്ട് എന്നിട്ട് കമ്പയർ ചെയ്ത് എന്നാലാണ് അതിന്റെ ഒരു പ്രോപ്പർ ഒരു ഗ്രേഡ്, ഒരു ഡിഗ്രി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇന്ന ടീച്ചർ ഇങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുന്നത്, ഓക്കെ, അതേ കാര്യം തന്നെ വേറൊരാൾ പഠിപ്പിക്കുന്നുണ്ട്, ഓക്കെ, അത് നമുക്ക് നോക്കുന്നു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. എന്നിട്ട് കമ്പയർ ചെയ്തിട്ട് ഏതാണ് നല്ലത്, ഏതിന് A ഗ്രേഡ് കൊടുക്കും, ഏതിന് B ഗ്രേഡ് കൊടുക്കും, അങ്ങനെ ഗ്രേഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ജോബ് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ വി ഷുഡ് നോ ദ ജോബ് ഡിസൈൻ. ആ ജോബിന്റെ ഡിസൈൻ എന്താണെന്ന് അറിയണം, ഓക്കെ, എന്നാലാണ് ജോബ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ജോബ് ഇവാലുവേറ്റ് ചെയ്യുന്നത് കമ്പയറിംഗ് വിത്ത് അതർ ജോബ്സ്, മറ്റ് ജോബ്സുമായിട്ട് കമ്പയർ ചെയ്താണ് അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗ്രേഡ് അസസ് ചെയ്യുന്നത്. ഗോട്ട് ഇറ്റ്? ക്ലിയർ ആയോ? ജോബ് ഇവാലുവേഷൻ, ഇൻഫോർമേഷൻ അബൌട്ട് ദ ജോബ് ഡിസൈൻ ഈസ് നീഡഡ്. ജോബ് ഡിസൈനെ കുറിച്ചുള്ള അറിവ് വളരെയധികം വേണം. എന്തിന്? ഫോർ ജോബ് ഇവാലുവേഷൻ. ജോബ് ഇവാലുവേഷന് വേണ്ടിയിട്ട്. എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ജോബ് മറ്റൊരു ജോബുമായിട്ട് കമ്പയർ ചെയ്ത് അതിന്റെ ഒരു റിസൾട്ട് നമുക്ക്, അതിന്റെ ഒരു എന്താ പറയാ റിസൾട്ട് ഗ്രേഡ് ആയിട്ട് നമുക്ക് അസസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതാണ് ആ സെന്റൻസിന്റെ അർത്ഥം. ജോബ് ഇവാലുവേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, അണ്ടർലൈൻ ചെയ്ത് വെക്കണേ. കിട്ടിയല്ലോ അല്ലേ? പറഞ്ഞോട്ടെ, അടുത്ത പോയിന്റ്. എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ, യെസ്, ക്ലിയർ ആണോ എന്ന് നോക്കണേ. സെന്റൻസിൽ എന്തെങ്കിലും മീനിങ്ങോ മറ്റോ മനസ്സിലാകാത്തുണ്ടെങ്കിൽ ചോദിക്കണം. അടുത്തത് എന്താ? റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. ഇതെന്തിനാ? അതായത് നമ്മളുടെ ഓർഗനൈസേഷനിൽ എവിടെയെങ്കിലും ഒക്കെ ആളുകൾ വേക്കൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ വി ഹാവ് ടു ഫിൽ ദാറ്റ് വേക്കൻസി ബൈ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. നമ്മൾ ആ വേക്കൻസി ഒക്കെ ഫിൽ ചെയ്യുന്നത് എങ്ങനെയാ? റിക്രൂട്ട്മെന്റ് നടത്തി സെലക്ട് ചെയ്തിട്ടൊക്കെയാണ്, അല്ലെ? പുതിയ ആളുകളെ സെലക്ട് ചെയ്ത് നമ്മൾ റിക്രൂട്ട്മെന്റ് ഒക്കെ കൊടുത്തിട്ടൊക്കെയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒരു സെലക്ഷൻ പാനൽ ഷുഡ് ബി ദർ ഫോർ സെലക്ടിങ് ന്യൂ റിക്രൂട്ട്മെന്റ്സ് അല്ലെങ്കിൽ ന്യൂ എംപ്ലോയീസ്. പുതിയ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാനായിട്ട്, എന്താ പറയാ, റിക്രൂട്ട് ചെയ്യാനായിട്ട് ഒരു സെലക്ഷൻ പാനൽ വേണം. അത് സെലക്ഷൻ ക്രൈറ്റീരിയ ആണ്. സെലക്ഷൻ പാനലാണ് എന്ത് ചെയ്യുന്നത്? എംപ്ലോയീസിനെ പുതിയതായിട്ട് സെലക്ട് ചെയ്യുന്നത്. ആൻഡ് അതിന് വേണ്ടിയിട്ട് ദേ ഷുഡ് റൈറ്റ് ജോബ് അഡ്വർടൈസ്മെന്റ്. അതിനുവേണ്ടി അവർ എന്തൊക്കെ ചെയ്യണം?
ഒരു സെലക്ഷന് വേണ്ടിയിട്ട് സെലക്ഷൻ പാനലാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ ആ സെലക്ട് ചെയ്യുന്നതിന് അതിന് മുമ്പ് എന്ത് കാര്യങ്ങളൊക്കെ ചെയ്യണം? ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത്, ഇന്ന ജോലിക്ക് ഒഴിവുണ്ട്, ജോബ് അഡ്വർടൈസ്മെന്റ് കൊടുക്കണം. പിന്നെ ആ ജോബ് അഡ്വർടൈസ്മെന്റ് കൊടുത്തതിന് ശേഷം അപ്പൊ തന്നെ എന്ത് ചെയ്തോളാം? കുറച്ച് കഴിയുമ്പോൾ തന്നെ അവര് അധികം സമയം കളയാതെ they should make some questions for interview. ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തയ്യാറാക്കണം. വേണ്ടേ? നമുക്കിപ്പോ ഇവിടെ കുറച്ച് വേക്കൻസി ഉണ്ട്. ആ വേക്കൻസി ഫില്ല് ചെയ്യാനുള്ള ആഡ് കൊടുത്തു, അഡ്വർടൈസ്മെന്റ് കൊടുത്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഇന്റർവ്യൂ ദ ആപ്ലിക്കൻസിൽ നിന്ന് നമ്മൾ കുറച്ച് പേരെ സെലക്ട് ചെയ്ത് അവരെ ഇന്റർവ്യൂ ചെയ്യലാണ് അടുത്ത കാര്യം. ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എന്താണ്? ഓടി വന്നിട്ട് കണ്ണി കണ്ടതും കൈ കെട്ടിയതുമായ ചോദ്യം ചോദിക്കില്ലല്ല. സോ ദേ ഷുഡ് പ്രിപ്പയർ. അവര് പ്രിപ്പയർഡ് ആകണം. ബൈ പ്രിപ്പയറിംഗ് സം ക്വസ്റ്റ്യൻസ് ഒക്കെ തയ്യാറാക്കി പ്രിപ്പയർഡ് ആകണം. അപ്പൊ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഡെവലപ്പ് ചെയ്യണം. അതിനുശേഷം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് ഇന്റർവ്യൂ ഒക്കെ നടത്തി കഴിഞ്ഞതിന് ശേഷം അസസ് ദ ബെസ്റ്റ് ആപ്ലിക്കൻസ് ഫോർ ദ ജോബ്. ആ ജോബിന് വേണ്ടിയിട്ട് ഉള്ള ഈ ആപ്ലിക്കൻസിൽ നിന്നും ബെസ്റ്റ് ആപ്ലിക്കന്റിനെ നമ്മൾ തിരഞ്ഞെടുക്കണം. അതാണ് സെലക്ഷൻ പാനൽ ചെയ്യേണ്ടത്. രണ്ട് കാര്യങ്ങളാണ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷനിൽ നടക്കുക. റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷനിൽ ഒന്ന് റിക്രൂട്ട്മെന്റ് പാനൽ നടത്തുന്നത്. അതിനെന്തൊക്കെയാ അവർ ചെയ്യാം? ഫസ്റ്റ് ആഡ് പബ്ലിഷ് ചെയ്യുന്നു, സെക്കൻഡ് വൺ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്താ പറയാ ഡെവലപ്പ് ചെയ്യുന്നു. അതിനുശേഷം ബെസ്റ്റ് ആപ്ലിക്കന്റിനെ ആ ഒരു ഇതിൽ നിന്ന് അസസ് ചെയ്ത് തീരുമാനിച്ചെടുക്കുന്നു. ഓക്കെ, ഇനി മറ്റൊരു കാര്യം കൂടി ഇവിടെ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷനിൽ നടക്കുന്നുണ്ട്. അതെന്താ? അതായത് ഈ ആഡ് വായിക്കുന്ന അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് കിട്ടുന്ന ജോബ് സീക്കേഴ്സ്, ജോബ് ആസ്പിരൻസ് എന്നൊക്കെ പറയാം, ജോലി അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർ ഈ എന്താ പറയാ അഡ്വർടൈസ്മെന്റ് കാണുമല്ലോ. അപ്പൊ ജോബ് ആപ്ലിക്കൻസ് ഹാസ് ടു ഡിസൈഡ് വെദർ ദേ ഷുഡ് അപ്ലൈ ഫോർ ദാറ്റ് ജോബ് ഓർ പ്രിപ്പയർ ഫോർ ദ സെലക്ഷൻ പ്രോസസ്. അവരാണ് തീരുമാനിക്കേണ്ടത്. ഈ എന്താ പറയാ ആഡ് കണ്ടു, ഇപ്പൊ ഞാൻ വായിച്ചു പോകും, പരസ്യം ഉണ്ടല്ലോ, അതെ ഇന്ന സ്ഥലത്ത് ഒരു ടീച്ചറിന്റെ ഒഴിവുണ്ട്, പോണോ വേണ്ടേ എന്ന് ഞാൻ തീരുമാനിക്കണം. മനസ്സിലായോ? ഇനി അതിന് മാത്രമല്ല, ഞാൻ സെലക്ഷൻ പ്രോസസ്സിലേക്ക് വരുമ്പോ എനിക്ക് സെലക്ടഡ് ആയി, എനിക്ക് ഇന്റർവ്യൂ കഴിഞ്ഞ് പാസ്സായി, അപ്പൊ സെലക്ഷൻ ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറെ പ്രിപ്പറേഷൻസ് നടത്തണം. അത് ആരുടെ ഭാഗത്തുനിന്ന്? അത് ആപ്ലിക്കന്റിന്റെ ഭാഗത്തുനിന്ന്, മറ്റേത് സെലക്ഷൻ പാനലിന്റെ ഭാഗത്തുനിന്ന്. അപ്പൊ രണ്ട് ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളാണ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷനിൽ വരുന്നത്. ക്ലിയർ ആയോ? എന്താണ് അവർ പറഞ്ഞേക്കണേന്ന് മനസ്സിലായോ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സെലക്ഷൻ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നടക്കുക. ഒന്ന് സെലക്ഷൻ പാനൽ. അതിനുവേണ്ടി സെലക്ഷൻ പാനൽസ് എന്ത് ചെയ്യുന്നു? ഡിസൈഡ് സം ഒരു അഡ്വർടൈസ്മെന്റ് അവരെന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുന്നു. അതിനുശേഷം ഡെവലപ്പ് ചെയ്യുന്നത് കുറെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ്. അതിനുശേഷം അതിൽ നിന്ന് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് സെലക്ട് ചെയ്യുമ്പോൾ അവരെ അസസ് ചെയ്ത് അവരുടെ ബെസ്റ്റ് ആപ്ലിക്കന്റ് ആരാണെന്ന് നോക്കി വിലയിരുത്തിയാണ് സെലക്ഷൻസ് നടത്തുക. അതിനുശേഷം രണ്ടാമത് നടക്കുന്ന മറ്റൊരു സെലക്ഷൻ പ്രോസസ്സിലായിട്ട് മറ്റൊരു കാര്യമാണ് ജോബ് ആപ്ലിക്കൻസ് ആണ് തീരുമാനിക്കേണ്ടത്. ഡിസൈഡ് വെദർ ടു അപ്ലൈ ഫോർ ദാറ്റ് പോസ്റ്റ്. ആ പോസ്റ്റിലേക്ക്, ആ ജോലിക്ക് അപ്ലൈ ചെയ്യണോ വേണ്ടേ, അത് വേണമെന്നാണെങ്കിൽ അതിന്റെ സെലക്ഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. ക്ലിയർ ആയോ? റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ പ്രോസസ് മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് വൺ കരിയർ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. കരിയർ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പൊ നമുക്ക് എന്താ അറിയാം, ഒരു ഓർഗനൈസേഷൻ when we are appointed or recruited in an organization, ആ ഓർഗനൈസേഷൻ നമ്മളിങ്ങനെ റിക്രൂട്ട് ചെയ്തു അല്ലെങ്കിൽ നമ്മൾക്ക് ജോലി കിട്ടി കഴിയുമ്പോൾ ഇൻഫോർമേഷൻ, അതായത് അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ, കരിയർ പ്ലാൻ ചെയ്യാൻ ഒക്കെ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ, അതായത് അവരുടെ റോള്, വാട്ട് ആർ ദെയർ റോൾ ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഓർഗനൈസേഷൻ, ആ ജോലി സ്ഥാപനത്തിൽ എന്റെ പങ്ക് എന്താണ്, ആൻഡ് നീഡ്സ് ഓഫ് അതർ റോൾസ്. ഇനി അത് ഓർഗനൈസേഷനിൽ എനിക്ക് ഇവിടെ മാത്രമാണ് പങ്ക്, അല്ലെങ്കിൽ വേറെ മറ്റെവിടെയെങ്കിലും ഒക്കെ എന്റേതായ കാര്യങ്ങൾ നിർവഹിക്കാനുണ്ടോ, ആൻഡ് ഓൾസോ എബിലിറ്റീസ്. ഞാൻ ആ ചെയ്യേണ്ട ചൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു ജോലിക്ക്, ആ ഒരു പ്രൊഫഷണൽ ഏത് ജോലിയാണോ ആ ജോലിക്ക് അതിനുള്ള എബിലിറ്റീസ് എനിക്കുണ്ടോ എന്ന് റെക്കഗ്നൈസ് ചെയ്യാം. ഇതൊക്കെ മനസ്സിലാക്കി അതിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസിന് ആരെ സഹായിക്കുക? എംപ്ലോയീസിനെ സഹായിക്കുക. അതാണ് കരിയർ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ്. അതായത് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ജോലിയിൽ അതിന് ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ടോ, എനിക്ക് എന്തൊക്കെ റോളുകൾ ഈ ഓർഗനൈസേഷനിൽ ചെയ്യാനുണ്ട്, പ്രധാനമായിട്ടും ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണ്, ഇതൊക്കെ കൃത്യമായിട്ട് അവർക്ക് എംപ്ലോയീസിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതാണ് കരിയർ പ്ലാനിങ്. അപ്പൊ അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ജോലിയിൽ ഇന്ന കാര്യമൊക്കെ പ്ലാൻ ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഒരു ഡെവലപ്മെന്റ്, അല്ലെ? ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജോലി കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യും, ഇങ്ങനെ ഈ രീതിയിലാണ് ഞാൻ എന്റെ ജോലി ചെയ്യാൻ പോണേ. എല്ലാവരും ഒരേപോലെ ആണോ? നമുക്കറിയാം ഓരോ സ്ഥാപനത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഒരേ രീതിയിലല്ല ജോലി ചെയ്യുന്നത്. പലരും പല ഡിഫറെന്റ് രീതിയിലാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇവിടെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനായിട്ട് ഓരോരോ ടീച്ചേഴ്സ് ഇങ്ങനെ മാറി മാറിയിട്ട് വരുന്നുണ്ട്. എല്ലാവരും ഒരുപോലെ ക്ലാസ് എടുക്കുന്നവരാണോ? ഒരേ സ്റ്റൈലാണോ എല്ലാവർക്കും ക്ലാസ് എടുക്കുന്നതിന്? നിങ്ങൾ പറയുന്നതിന്, കാരണം ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് എന്തായാലും മാത്രമേ ഉള്ളൂ. അല്ല, യെസ്,
അതുപോലെ തന്നെയാണ് എല്ലാ ഓർഗനൈസേഷനിലും അങ്ങനെ തന്നെയാണ്. നമുക്കൊരു ജോലി തന്നിട്ടുണ്ടെങ്കിൽ അവർ ഓൺ വേ നമ്മളുടേതായ രീതിയിൽ ചില ആളുകൾക്ക് നല്ല ഐഡിയാസ് ഉണ്ടായിരിക്കും. ആ നല്ല ഐഡിയാസിലൂടെ they will perform. അവർ അവരുടേതായ രീതിയിൽ പെർഫോം ചെയ്യും. ചില ആളുകൾക്ക് അവരോട് എങ്ങനെ ഇൻസ്ട്രക്ട് ചെയ്തിരിക്കുന്നു ആ രീതിയിൽ തന്നെ ചെയ്യും അല്ലെ. അപ്പൊ എല്ലാവരും ഡിഫറെന്റ് വേസ് ഓഫ് പെർഫോമൻസ് ആണ് എല്ലാവർക്കും ഉള്ളത് അല്ലെ. അപ്പൊ ഓരോ രീതികളും അവരുടേതായ രീതിയിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന ജോലികൾ അവരെന്ത് ചെയ്യുന്നു, അവർക്ക് കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഇൻഫോർമേഷൻസ് അനുസരിച്ച് ചെയ്യും. ആ ചെയ്യുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളുടെ ജോലി പ്ലാൻ ചെയ്യുന്നു. ഇന്ന രീതിയിൽ ഞാൻ ചെയ്യണം. അതിലൂടെ ഐ മേക്ക് സം ഡെവലപ്മെന്റ്സ്. അതിന്റെ കരിയർ ഡെവലപ്പ് ചെയ്യാനായിട്ട്, എന്റെ കരിയർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ ഒരു ജോലി എന്ന് കിട്ടിയിട്ട് ആ ജോലിയിലുള്ള ഒരു ഡെവലപ്മെന്റ് ഓക്കെ അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഓരോ എംപ്ലോയീസിനും ഉള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാം. ക്ലിയർ ആയോ പോയിന്റ്? തേർഡ് പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. തേർഡ് പോയിന്റ് ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കിയ വേഗം, ഒറ്റ സെന്റൻസേ ഉള്ളൂ, വായിച്ചു നോക്കാം. ഓക്കെ, ഫോർത്ത് പോയിന്റ് പറയട്ടെ. പെർഫോമൻസ് മാനേജ്മെന്റ്. അതായത് പെർഫോമൻസ് മാനേജ്മെന്റ് അതായത് ഓരോ സ്റ്റാഫിനും അവർക്ക് കൊടുത്തിരിക്കുന്ന റോൾ ഇഫ് ഇറ്റ് ഇസ് ക്ലിയർലി ഡിഫൈൻഡ്. ഇപ്പൊ എനിക്ക് എന്നോട് ചെയ്യേണ്ട കാര്യം എനിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇറ്റ് അലൗസ് ദ മാനേജേഴ്സ് ആൻഡ് ഓൾസോ ദ സ്റ്റാഫ്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്നറിയോ, അവിടുത്തെ മാനേജർമാർക്കും സ്റ്റാഫിനും ഒക്കെ ദേ ക്യാൻ ഡെവലപ്പ് എ ഷെയർഡ് അണ്ടർസ്റ്റാൻഡിങ് ഫോർ വർക്ക് പെർഫോമൻസ്. അതായത് അവരുടെ വർക്ക് പെർഫോമൻസ് അവർക്ക് പരസ്പരം ഷെയർ ചെയ്തൊക്കെ അവർ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ പ്രതീക്ഷിക്കുന്ന രീതിയിലേക്ക് വളർത്തിയെടുക്കാൻ ടീമായിട്ടൊക്കെയോ ഒക്കെ വളർത്തിയെടുക്കാനായിട്ട് അവർക്ക് പറ്റും. അപ്പൊ ക്ലിയർ ആയിട്ട് ഓരോരുത്തരും ചെയ്യേണ്ട റോള് എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കൊടുത്താൽ ഇറ്റ് വിൽ എനേബിൾ ദ മാനേജേഴ്സ് ആൻഡ് ഓൾസോ ദ സ്റ്റാഫ്. മാനേജേഴ്സിനെയും സ്റ്റാഫിനെയും ഒരുപോലെ ഹെൽപ്പ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ടു ഡെവലപ്പ് ഷെയർഡ് അണ്ടർസ്റ്റാൻഡിങ്. എന്ന് വെച്ചാൽ എന്താ പറയാ, ഷെയർ ചെയ്ത് നമ്മൾ പരസ്പരം എല്ലാവരും കൂടി ഷെയർ ചെയ്ത ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവരുടെ വർക്ക് പെർഫോമൻസ് എക്സ്പെക്ടേഷൻസിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ കേപ്പബിലിറ്റി ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞേക്കണം. എന്ന് വെച്ചാൽ ഒരു മുദ്ര അല്ലെ, ഒരു കേപ്പബിലിറ്റി എന്ന് പറയുന്നത് വിച്ച് ഓൾസോ ഐഡന്റിഫൈ ആൻഡ് മീറ്റ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് നീഡ്സ്. നമ്മളുടെ കരിയറിൽ അതായത് പ്രൊഫഷണൽ ആയിട്ടുള്ള നമ്മളുടെ ഡെവലപ്മെന്റും അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കേപ്പബിലിറ്റി വർദ്ധിക്കുന്നു. നമ്മളുടെ എന്താ പറയാ, പല ആളുകളുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ മാത്രമല്ല നമ്മളുടെ റോളുകളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പൊസിഷനിൽ മാത്രം നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ നമുക്ക് എന്ത് പറ്റും, നമ്മളുടെ ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ സാധിക്കും. മനസ്സിലായോ? പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് വളരാൻ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറഞ്ഞേക്കണേ. പെർഫോമൻസ് മാനേജ്മെന്റ് ഓരോരുത്തരുടെ പെർഫോമൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഓരോരുത്തരെ വിലയിരുത്തുന്നത്. എന്റെ പെർഫോമൻസ് ഭംഗിയായാൽ എന്റെ എന്താ പറയാ ജോലി പെർഫെക്റ്റ് ആയി അല്ലെങ്കിൽ നല്ലതാണ് എന്ന് മാനേജ്മെന്റിന് തീരുമാനിക്കാം. ഞാൻ പെർഫോം ചെയ്തത് വളരെ മോശമായിട്ടാണെങ്കിൽ ആ രീതിയിലായിരിക്കും ഞാൻ വിലയിരുത്തപ്പെടുക. ഓക്കെ, അപ്പൊ എന്റെ കരിയർ അല്ലെങ്കിൽ എന്റെ പെർഫോമൻസ് ലെവല് എന്ത് ചെയ്യില്ല, ഇൻക്രീസ് ചെയ്യണം വേണ്ടെന്ന് ഞാൻ തന്നെ തീരുമാനിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അവിടെയുള്ള സ്റ്റാഫ് മാനേജ്മെന്റ് ഒക്കെ നമുക്ക് അതിന്റെ നമ്മളുടെ റോൾസ് ഒക്കെ കൃത്യമായി വ്യക്തമാക്കി തന്നാൽ മാത്രമേ പറ്റുള്ളൂ. ക്ലിയർ ആയോ? പെർഫോമൻസ് മാനേജ്മെന്റ് അതിന്റെ ആദ്യത്തെ സെന്റൻസുകൾ ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് മാത്രം മതി. ഫസ്റ്റ് സെന്റൻസ് പെർഫോമൻസ് മാനേജ്മെന്റിൽ 2 സെന്റൻസ് ഉണ്ട്, അതുകൊണ്ട് അതിന്റെ ആദ്യത്തെ സെന്റൻസ് മാത്രം മതി കേട്ടോ. ഇനി റിവാർഡ് ആൻഡ് റെക്കഗ്നീഷൻ ഇത് എപ്പോഴാ കിട്ടുക നമുക്ക്? നമ്മളുടെ റിവാർഡും റെക്കഗ്നീഷനും നമുക്ക് പ്രതിഫലവും അതുപോലെ തന്നെ നമുക്ക് അംഗീകാരവും ഒക്കെ കിട്ടുന്നത് എങ്ങനെയാ? നമ്മുടെ വർക്ക് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് അല്ലെ. ബൈ ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് വർക്ക് പെർഫോമൻസ് വിച്ച് ഈസ് അബവ് എക്സ്പെക്ടേഷൻസ്. എപ്പോഴാ നമുക്ക് പ്രതിഫലം അല്ലെങ്കിൽ അംഗീകാരം ഒക്കെ കൂടുതൽ കിട്ടുന്നത്? എപ്പോഴാ? അവര് പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് കൂടുതലായിട്ടുള്ള വർക്ക് പെർഫോമൻസ് ഉണ്ടാകുമ്പോഴാണ്. ഇവര് പ്രതീക്ഷിച്ചത് ഇത്രയാണ്, പക്ഷെ ഞാൻ അതിൽ കൂടുതൽ മുന്നിൽ കയറി അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് എന്ത് കിട്ടും? മറ്റുള്ളവരിൽ നിന്നും കുറച്ചുകൂടി അംഗീകാരം കൂടുതൽ കിട്ടും, മറ്റുള്ളവരിൽ നിന്നും കുറച്ച് കൂടുതൽ റിവാർഡ് പ്രതിഫലവും കിട്ടും. അപ്പൊ പ്രതിഫലവും അംഗീകാരവും ഒക്കെ നിർണ്ണയിക്കുന്നത് പെർഫോമൻസിന്റെ ഇവാലുവേഷൻ ബേസിസിലാണ്. അതാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡിന്റെ അബവിലേക്ക് പോയാൽ അവർ എന്താ പറയാ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ റിസൾട്ട് ആ ഒരു വർക്കർ അല്ലെങ്കിൽ എംപ്ലോയി തന്നിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അവർക്ക് കൂടുതൽ അംഗീകാരം കൂടാതെ
കുറച്ച് ആളുകൾ ഒരു പ്രത്യേക ജോലി ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഞാൻ വേണമെങ്കിൽ ഉദാഹരണം നമ്മളുടെ ഇവിടെ തന്നെ പറയാം. ഇവിടെ നമുക്ക് കുറെ PROs ഉണ്ട്, ദോസ് ഹു കോണ്ടാക്ട് യു, നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന PROs ഇല്ലേ, വിളിക്കാറില്ലേ? നിങ്ങൾ ഇടയ്ക്ക് എന്തെങ്കിലും സംശയം വരുമ്പോൾ നോട്ട് കിട്ടിയില്ലല്ലോ, നിങ്ങൾ അഡ്മിഷന്റെ സമയത്ത് കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അഡ്മിറ്റഡ് ആയതും ഈ പറയുന്ന പുതിയ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്തതും അവർ ത്രൂ ആണ്. ഞങ്ങളല്ല നിങ്ങളെ ഒന്നും വിളിച്ചത് അല്ലെ, നിങ്ങളെ ഞങ്ങൾക്ക് അറിയിച്ചത് അവരിലൂടെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒത്തിരി പേരുണ്ട്. അപ്പൊ അങ്ങനെ ഇത് എങ്ങനെയാണ് നിരന്തരം ഇവരിവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഓരോ ഇത് എന്താ പറയാ, ഇത് കുറെ ലിസ്റ്റ്, ടെലിഫോൺ ലിസ്റ്റുകളൊക്കെ എടുത്തിട്ട് അതിൽ നിന്ന് കോണ്ടാക്ട് ചെയ്തിട്ടാണ്, പല രീതിയിലാണ്, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നു, അതങ്ങനെ വിളിക്കുന്നു. ഒത്തിരി പ്രാവശ്യമൊക്കെ ചിലപ്പോൾ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടാകുക. ചില ആൾക്കാർ ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കി പെട്ടെന്ന് ഒരു കോൾ വന്നപ്പോ അങ്ങനെ ജോയിൻ ചെയ്തവരും ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ ഈ PROs എല്ലാം ഒരേ സ്റ്റാൻഡേർഡിൽ വർക്ക് ചെയ്യുന്നവരല്ല. പറഞ്ഞിരിക്കുകയാണ്, ഒരു ദിവസത്തിൽ ഒരു 10 ആളുകളെങ്കിലും നിങ്ങൾ അഡ്മിഷൻസ് വാങ്ങിച്ചിരിക്കണം എന്നാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നതെന്ന് വിചാരിക്കുന്നത്. സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 10 ആളെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അഡ്മിഷൻസ് കളക്ട് ചെയ്യാനായിട്ട് പറ്റണം. ഒരാളോട് പറഞ്ഞിരിക്കുകയാണ്, എല്ലാ PROസിനോടും. ചില ആളുകൾ 10 എന്നുള്ളത് 10 സ്റ്റാൻഡേർഡ് പറഞ്ഞേക്കണേ, ചില ആളുകൾ 15 എന്ത് ചെയ്യും, അഡ്മിഷൻസ് ആ ഒരു ഡേ എൻഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കാം കുട്ടികളുടെ നിന്ന്. ഓക്കെ, സോ ദാറ്റ് മീൻസ് എന്ന് വെച്ചാൽ എന്താ, മാനേജ്മെന്റ് എക്സ്പെക്ടേഷൻസിനേക്കാളും എബവ് ആണ്. സോ ദാറ്റ് ദേ മേ ഗെറ്റ് സം റെക്കഗ്നിഷൻ ആൻഡ് ഓൾസോ എക്സ്ട്രാ റിവാർഡ്. അങ്ങനെയുള്ളവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, തീർച്ചയായിട്ടും കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് അവർ ഉദ്ദേശിച്ച ആ ടാർഗറ്റിനേക്കാൾ എബവ് അഡ്മിഷൻസ് എടുക്കുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെതായ പ്രതിഫലവും കൊടുക്കും. അതുപോലെ ഒരു മീറ്റിംഗ് ചെറുതൊക്കെ ആയിട്ട് വിളിച്ചു കൂട്ടി ഇന്ന ആളാണ് ടോപ്പർ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവരൊന്ന് റെക്കഗ്നീഷൻസ്, അവർക്ക് അംഗീകാരമൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് എല്ലാ ഓർഗനൈസേഷനിലും അവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണെങ്കിലും പോയിന്റ് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അർത്ഥം മനസ്സിലായല്ലോ? ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ വർക്ക് ഫോഴ്സ് പ്ലാനിങ് ആണ്. ആറാമത്തെ വർക്ക് ഫോഴ്സ് പ്ലാനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, നമുക്കറിയാം ഓൾ ഇൻഡിവിജ്വൽസ്, നമുക്ക് ഓരോ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ഓരോരുത്തർക്കും അവർക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റോൾസ് ഉണ്ട് അല്ലെ. അത് എന്താ പറയാ, അതെല്ലാം ആ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റോൾസ് ഒക്കെ എന്തിനു വേണ്ടിയിട്ടാ, in order to meet the organization's capability needs. ഒരു ഓർഗനൈസേഷന്റെ കേപ്പബിലിറ്റി, കപ്പാസിറ്റി അല്ലെ, കഴിവ്, ആ കഴിവുകളും ആവശ്യങ്ങളൊക്കെ എന്താ പറയാ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം ആ ഓരോ ഇൻഡിവിജ്വൽസിന്റെയും റോൾസ്. മനസ്സിലായി? ഇപ്പൊ ഞാൻ എന്തിനു വേണ്ടിയിട്ടാണോ ജോലി ചെയ്യുന്നത്, മറ്റു ഓരോ എംപ്ലോയീസും ഓരോ ടീച്ചേഴ്സും എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അതൊക്കെ ഓർഗനൈസേഷന്റെ നീഡ്സിന്, ഓർഗനൈസേഷന്റെ കേപ്പബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം. അതാണ് വർക്ക് ഫോഴ്സ് പ്ലാൻ. മൊത്തത്തിൽ എല്ലാവരും കൂടി ചേർന്ന് വർക്ക് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും വരും. ആ ഓരോ ഇൻഡിവിജ്വൽസിന്റെ ഓരോന്നിന്റെയും പെർഫോമൻസ് ആണ് ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ദ കേപ്പബിലിറ്റി ഓഫ് നീഡ്സ്. അതായത് നമ്മുടെ ഓർഗനൈസേഷന്റെ നീഡ്സ് കേപ്പബിലിറ്റിക്ക് എന്ത് ചെയ്യുന്നത്, മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നത്. ഓരോരുത്തരുടെ പ്രവർത്തനവും അതുപോലെ ഒരുമിച്ചുള്ള പ്രവർത്തനവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ട്, ഒരു ഓർഗനൈസേഷന്റെ അച്ചീവ്മെന്റിന് വേണ്ടി. വർക്ക് ഫോഴ്സ് പ്ലാനിങ് അതിന് വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയോ? വായിച്ചു നോക്കിയാൽ ഒന്ന് വർക്ക് ഫോഴ്സ് പ്ലാനിങ് സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കുക. ഇനി നെക്സ്റ്റ് ആ ഒരു പോയിന്റ് കൂടി പറഞ്ഞു നിർത്താം. 7th പോയിന്റ് വർക്ക് അലോക്കേഷൻ പ്ലാനിങ്. വർക്ക് ഫോഴ്സ് പ്ലാനിങ് പറഞ്ഞു, ഓരോരോ ഇൻഡിവിജ്വൽസും എല്ലാവരും കൂടി ഒരുമിച്ച് ആ ഓരോരുത്തരും അവരവരുടെ ജോലി ചെയ്യുമ്പോൾ അത് ഓർഗനൈസേഷന്റെ കേപ്പബിലിറ്റി നീഡ്സിന് വേണ്ടിയിട്ടാണ് അല്ലെ, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ വർക്ക് അലോക്കേഷൻ എന്താ, ഓരോ മാനേജേഴ്സ് ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് അവരുടെ ഓരോ ആളുകളുടെയും ഓരോ ഇൻഡിവിജ്വൽസിന്റെയും ജോലി അത് ബിസിനസിന്റെ ജോലിയാണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് കറക്റ്റ്ലി അലോക്കേറ്റഡ്, അത് കൃത്യമായി അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. എന്ന് വെച്ചാൽ ടീച്ചിങ്ങിന് കഴിവുള്ള ആൾക്ക് ടീച്ചിങ് കൊടുക്കുക, ടെക്നിക്കൽ വിഭാഗം കൈകാര്യം ചെയ്യാൻ പറ്റുന്നവർക്ക് അത് കൊടുക്കുക. അതാണ് കറക്റ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. തോന്നിയ പോലെ അലോക്കേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ടീച്ചിങ് ആണ് എനിക്കുള്ള കഴിവ്, എനിക്കുണ്ട് വേറെ ഏതെങ്കിലും കാര്യം ജോലി എന്നിട്ട് നീ ഇത് ചെയ്യണമെന്ന് എന്നോട് എന്താ പറയാ നിർബന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അത് എത്ര നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നത് എനിക്കറിയില്ല. ഓക്കെ, ബിക്കോസ് എന്റെ കഴിവ് ഇതാണ്, എനിക്ക് ഇതാണ് കുറച്ച് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പൊ വെൻ വർക്ക് ഈസ് അലോക്കേറ്റഡ് ഇറ്റ് ഷുഡ് ബി കറക്റ്റ്ലി അലോക്കേറ്റഡ്. ജോലി കൊടുക്കുമ്പോൾ മാനേജേഴ്സ് അതുകൂടി കാര്യമായിട്ട് കണക്കിലെടുത്ത് വേണം കറക്റ്റ് ആയിട്ടുള്ള അലോക്കേഷൻസ് വേണം നടത്താനായിട്ട്. അതാണ് വർക്ക് അലോക്കേഷൻ പ്ലാനിങ്. വർക്ക് അലോക്കേഷൻ പ്ലാനിങ്. ക്ലിയർ ആയോ? 7ാമത്തെ പോയിന്റ്.
ഓക്കെ, ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ നമുക്കറിയാം ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എങ്കിലും വായിച്ചു നോക്കാതെ വിടരുത്. പറയുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം, പക്ഷെ നമുക്ക് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമല്ല നമ്മളുടെ എക്സാംസ് ഒബ്ജക്റ്റീവ് ടൈപ്സ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എന്ത് ചെയ്യണം, സെന്റൻസിന് പ്രാധാന്യമുണ്ട്. സെന്റൻസിലൂടെ നിങ്ങൾ തന്റെ കണ്ണുകൾ ഓടിച്ച് വായിച്ചു നോക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നോട്ട് വായിക്കാത്തത്. അത് നിങ്ങൾ വായിച്ചു നോക്കേണ്ടതാണ്. ഞാൻ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള എന്താ പറയാ അതിന്റെ ആ കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പ്ലനേഷൻസ് നമ്മളിവിടെ തരുന്നുണ്ട്. സോ യു ഹാവ് ടു റീഡ് ഈച്ച് ആൻഡ് എവറി സെന്റൻസ്. അവിടെ കൊടുത്തിരിക്കുന്ന സെന്റൻസ് നിങ്ങൾ തന്നെ കണ്ണൂട്ട് ഇങ്ങനെ വായിച്ചൊക്കെ നോക്കുക. എന്നാലും അത് നിങ്ങളുടെ തലയിൽ കയറുള്ളൂ. ഓക്കെ, അത് വായിച്ച് മനസ്സിലാക്കിയതിന്റെ മീനിങ്സ് ആണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങളോട് ഒന്ന് വേഗം വായിച്ചു നോക്കുന്നതും കൂടി പറയുന്നുണ്ട്. പറഞ്ഞ കാര്യം തന്നെയാണോ അവിടെ കിടക്കുന്നതെന്ന് നിങ്ങളൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ തന്നെ വായിക്കാൻ പറയുന്നത്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ് കഴിഞ്ഞാലും ഒരു 5-10 മിനിറ്റ് എടുത്ത് അടുത്ത ഭാഗം വരെ ഏത് ടീച്ചേഴ്സിന്റെ ആണെങ്കിലും അന്നേ ദിവസം അത് എന്ത് ചെയ്യാം, ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഞങ്ങളൊപ്പം നിന്നാലേ അത് കാര്യങ്ങൾ പെട്ടെന്ന് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഉദ്ദേശിച്ച പോയിന്റുകൾ തീർന്നെന്നായിരുന്നു, പക്ഷെ സമയം തീർന്നുപോയി. 8ാമത്തെ പോയിന്റോടെ നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ഓക്കെ, വായിച്ചു നോക്കിയിട്ട് വരില്ലേ എല്ലാവരും? വായിച്ചു നോക്കി വരില്ലേ? ഓക്കെ, അപ്പൊ ക്ലാസ്സുകളൊക്കെ നന്നായി പോകണ്ടല്ലോ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ക്ലാസ്സുകളെല്ലാം നന്നായി പോകണില്ലേ? ഓക്കെ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ ആർക്കും? ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിങ്ങളോട് ഇങ്ങനെ വിശേഷമൊക്കെ തിരക്കും. അങ്ങനെ വിശേഷം തിരക്കുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാൻ തന്നെയാണ്. ഓക്കെ, പിന്നെ അപ്പൊ അങ്ങനെയുള്ള ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ തരാം കേട്ടോ. അപ്പോഴേക്കും കഴിഞ്ഞ ദിവസം അത് എന്നോട് പറഞ്ഞിരുന്നു, മാഡം ഒരു മിസ് വന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത ദിവസം കൊടുക്കാം. പക്ഷെ അപ്പോഴേക്കും മിസ്സിന്റെ എന്താ പറയാ ഹസ്ബൻഡ് പുറത്തുനിന്ന് വന്നപ്പോൾ 2 ദിവസമായിട്ട് ലീവാണ്. അപ്പൊ കഴിയുമ്പോൾ നമ്മളൊരു ക്ലാസ് അടുത്ത ക്ലാസ് കൊടുക്കുന്നു. 2 weeks വൺസ് ആണ് നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ ക്ലാസ് പറഞ്ഞിരിക്കുന്നത്. വൺസ് ഇൻ 2 weeks കേട്ടാ, 2 ആഴ്ച കൂടുമ്പോൾ ഒരു ക്ലാസ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഐ തിങ്ക് ഒറ്റ ക്ലാസ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇപ്പൊ 3 weeks കഴിഞ്ഞു. അപ്പോ പക്ഷെ ഇപ്പൊ ഈ 2 ദിവസത്തേക്ക് ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ദിവസങ്ങളിൽ ഈ ആഴ്ചയിലെ ഏതെങ്കിലും ദിവസം നമ്മൾ പറ്റുകയാണെങ്കിൽ ടീച്ചറിനെ വിടാം കേട്ടോ. ഓക്കെ, സോ സി യു, അടുത്ത ദിവസം കാണാം. ബൈ. ഓക്കെ, ഓക്കെ, സി യു, താങ്ക് യു.